ആദരണീയരായ ഗുരുജനങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇപ്പോൾ ഈ പഠന ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുമ്പോൾ അതിനൊരു ട്വിസ്റ്റുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ വർത്തമാനം തുടങ്ങാം. അത് പ്രധാനപ്പെട്ട കാരണക്കാരൻ അനീഷാണ്. അനീഷ് കുറിച്ചി അദ്വൈതാശ്രമത്തിൽ നടന്ന ശ്രീനാരായണ പ്രഭാഷണങ്ങളിലൊന്ന് വളരെ കാര്യമായി ഗുരുപഥം ടിവിയിലൂടെ ലോകസമക്ഷം എത്തിച്ചതിൽ നിന്ന് ഒരു കഷണം ആലപ്പുഴ മംഗലം ക്ഷേത്ര പരിസരത്തെ താമസക്കാരനും മംഗലം പ്രദേശവാസിയുമായ അനീഷ്, അദ്ദേഹം UK-യിലാണ് ദീർഘകാലമായി, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്തതിൻ്റെ ഭാഗമായി ആ പ്രസംഗം വലിയ രീതിയിൽ ലോകം മുഴുവൻ എത്തിച്ചേരുകയുണ്ടായി. അതാരൊക്കെ കണ്ടു എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. വർഷങ്ങൾക്ക് മുൻപ് ചെമ്പഴന്തിയിലെ ഒരു ശ്രീനാരായണ മത്സരവേദിയിൽ ശ്രീവാസുദേവ അഷ്ടകം ചൊല്ലാനെത്തിയ ഞാൻ ആ മത്സരത്തിൽ സമ്മാനം ലഭിക്കാതെ പോയതുകൊണ്ട് സെക്രട്ടറിയോടും സ്വാമിയോടും രോഷജനകമായി പ്രസംഗിക്കുകയും വർത്തമാനം പറയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായി എന്നിലെ അഹന്തയെ എനിക്ക് തിരിച്ചറിയാനാകാതെ പോവുകയും, പക്ഷേ ഏറെ നാളുകൾക്ക് ശേഷമല്ലെങ്കിലും ശിവഗിരിയിലെ പ്രസംഗ മത്സരത്തിലേക്ക് ആ വാസുദേവ അഷ്ടകവും ഗുരുവും എന്നെ സഹായിക്കുകയും ചെയ്തതിൻ്റെ ഉള്ളടക്കമായിരുന്നു ആ പ്രസംഗത്തിൻ്റെ കണ്ടന്റ്. അതേതെങ്കിലും ഒരു വിഭാഗം ആളുകളല്ല ഏറ്റെടുത്തത്. ഞാൻ അബുദാബിയിൽ ചെന്നപ്പോൾ അവിടുത്തെ കലാസാംസ്കാരിക സമിതിയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ കോഴിക്കോട്ട് ജില്ലക്കാരനായ ഒരു സുഹൃത്ത് എൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കിയിട്ട്, നിങ്ങളെ കാണാനാണ് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ആ പ്രസംഗം ഞാൻ എല്ലാ ദിവസവും കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു. അഹമ്മദാബാദിൽ വർത്തമാനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരമ്മ ഓടി വന്നിട്ട്, ഞാനത് മംഗലത്ത് കോണത്തെ ക്ഷേത്രത്തിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു, മോനെ, നിന്റെ പ്രസംഗം കേട്ടുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ എൻ്റെ ദിവസത്തെ ആദ്യത്തെ പണി തുടങ്ങുന്നത്, ഞാനത് കേട്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. ശ്രീവാസുദേവ അഷ്ടകത്തിൽ മത്സരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന 1000 ഉറുപ്പിക കിട്ടാതെ പോയതിൻ്റെ ദേഷ്യമാണ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നതെങ്കിൽ, ശിവഗിരി മഠത്തിലെ പ്രസംഗ മത്സരത്തിലൂടെ പല ആയിരങ്ങളുടെ മൂല്യമുള്ള അനുഗ്രഹം ഗുരു എനിക്ക് നൽകിയതിനെ കുറിച്ചിട്ടുള്ള ആ ഉള്ളടക്കത്തിന് സത്യത്തിൽ ഞാൻ നന്ദി പറയേണ്ടത് ശുഭാംഗാനന്ദ സ്വാമികളോട്. അന്ന് ചെമ്പഴന്തിയിലെ ചതയദിനാഘോഷങ്ങളുടെ സാംസ്കാരിക സമ്മേളനത്തിന് എന്നെ ക്ഷണിച്ചത് അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തിലേക്ക് എന്നെ കണക്ട് ചെയ്ത് കൊടുത്തത് ചെമ്പഴന്തിയിലെ ദേവരാജൻ സാറാണ്. സജീവ് കൃഷ്ണൻ സാറിൻ്റെ ദൈവദശകം VCDയുടെ പ്രകാശന കർമ്മത്തിൽ അതിനെ ആസ്പദമാക്കി ഞാൻ നടത്തിയ പ്രസംഗം ഇഷ്ടപ്പെട്ടിട്ട് ദേവരാജൻ സാർ ശുഭാംഗാനന്ദ സ്വാമികളോട് എന്നെ പരിചയപ്പെടുത്തിയതാണ്
ആ വീഡിയോയുടെ നിമിത്തം ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വരുമോ എന്ന് തന്നെ സംശയമുണ്ട്. അതുകൊണ്ട് ആ മഹനീയമായ സന്ദർഭത്തെ ഓർത്തുകൊണ്ട് മാത്രമേ, ശുഭാംഗാനന്ദ സ്വാമിക്കും ദേവരാജൻ സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് മാത്രമേ, അതിനെ ഒപ്പിയെടുത്ത അനീഷിനും നന്ദി പറഞ്ഞുകൊണ്ട് മാത്രമേ ആത്മോപദേശ ശതകത്തിലെ മതമീമാംസ എന്ന ഈ വർത്തമാനം എനിക്ക് ആരംഭിക്കാൻ കഴിയൂ. ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഈശാവാസ്യോപനിഷത്തിന്റെ വ്യാഖ്യാനം ഓഷോ എഴുതിയിട്ടുണ്ട്. ഓഷോയെ നമ്മൾ എല്ലാവരും വായിക്കുന്നതാണ്. അദ്ദേഹത്തോട് യോജിപ്പും വിയോജിപ്പുമുണ്ട്. ഈശാവാസ്യോപനിഷത്തിന്റെ ഓഷോ എഴുതിയ വ്യാഖ്യാനം പലതുകൊണ്ടും നമ്മളെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. ഒറ്റ വായനയിൽ അത് തീരില്ല. വലിയൊരു പുസ്തകമാണ്. ദീർഘനേരം എടുത്താൽ മാത്രമേ നമുക്ക് ആ കൃതി വായിച്ച് തീർക്കാൻ പറ്റൂ. അത് ഞാനാകുന്നു എന്ന പേരിൽ മനോഹരമായ ഒരു വിവർത്തനം അതിന് മലയാളത്തിൽ വന്നിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. ആ വിവർത്തനത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ ഓഷോ ഒരു കഥ പറയും. ആ കഥ അക്ബർ ചക്രവർത്തിയെ കുറിച്ചാണ് എന്ന് ഞാൻ ഓർക്കുന്നു. ചിലപ്പോൾ മറ്റൊരു ചക്രവർത്തിയാവാം. അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ആ ചക്രവർത്തിയുടെ അധീനതയിലുള്ള ഒരു ഗ്രാമത്തിലെ കുറച്ചാളുകൾ ചക്രവർത്തിയുടെ ഗുരുവായ ഒരു ഫക്കീറിനെ കാണാൻ വന്നു. ഫക്കീർ എന്നാൽ ദരിദ്രനായ സന്യാസി എന്നർത്ഥം. ഒറ്റയടിക്ക് അർത്ഥം പറഞ്ഞാൽ, സമ്പത്തിനോട് സന്യാസിക്ക് ആഗ്രഹം വെച്ചു പുലർത്താൻ പാടില്ല. സർവസംഘ പരിത്യാഗിയാണല്ലോ. ഈ ഫക്കീറുകൾക്ക് നിങ്ങളുടെ സമ്പാദ്യത്തിൽ ഒരു ഭാഗം കൊടുക്കണമെന്ന് ഖുർആനിൽ വ്യവസ്ഥയുണ്ട്. സക്കാത്ത് എന്നറിയപ്പെടുന്നത് കൊടുക്കുമ്പോൾ അതിലൊരു പങ്ക് അർഹതപ്പെടുന്നത് ഈ ഫക്കീറുകൾക്കാണ്. സുൽത്താന്റെ ഫക്കീറിനെ കാണാൻ അദ്ദേഹത്തിന്റെ ചെറിയ ആശ്രമത്തിലേക്ക് ഒരു പറ്റം ആളുകൾ വന്നു. അവർ ഫക്കീറിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിന് കരയുന്നു? ഗുരു, ഫക്കീർ, ഞങ്ങളുടെ ഒരു വലിയ സങ്കടം പറയാനാണ് അങ്ങയുടെ മുന്നിലെത്തിയത്. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. ആ കുടിവെള്ളത്തിനൊരു കിണറില്ല, ഒരു കുളമില്ല. ഞങ്ങൾക്ക് ചക്രവർത്തി തമ്പുരാൻ ഒരു കുളം കുഴിച്ചു തരികയാണെങ്കിൽ ഈ ദുഃഖത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഫക്കീർ പറഞ്ഞത്, അതിനെനിക്കെന്ത് ചെയ്യാൻ പറ്റും? അത് ചക്രവർത്തിയല്ലേ ചെയ്യേണ്ടത്. ചക്രവർത്തിയുടെ ആത്മീയ ഗുരുവായ അങ്ങ് പറഞ്ഞാൽ അങ്ങ് ആ ചക്രവർത്തി എന്തും ചെയ്യും. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് പറയണം. ഫക്കീർ പറഞ്ഞു, ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ ഒരു ചക്രവർത്തിയുടെ മുന്നിലും യാചിക്കില്ല. ഞാൻ ഒരു ചക്രവർത്തിയുടെ മുന്നിലും പോയി നിന്ന് റിക്വസ്റ്റ് ചെയ്യില്ല. അതിന് നിങ്ങളെന്നല്ല, ആര് പറഞ്ഞാലും ശരി, ഞാൻ ഉടയ തമ്പുരാന്റെ മുന്നിൽ മാത്രമേ മുട്ടുകുത്തൂ. അയാളുടെ ഗുരുവാണ് ഞാനെന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആളുകൾ ഫക്കീറിനെ വിടാൻ തയ്യാറല്ല. ഏറെ നേരം അവർ ഫക്കീറിന് മുന്നിൽ നിന്ന് കരഞ്ഞു. ഏറ്റവും ഒടുവിൽ ഈ കൂട്ടത്തിലെ കുഞ്ഞുങ്ങളും അമ്മമാരും വൃദ്ധരായ മനുഷ്യരും കരയുന്നത് കേട്ടപ്പോൾ ഫക്കീറിന് ആ റിക്വസ്റ്റിനെ തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചക്രവർത്തിയോട് പറഞ്ഞു നോക്കാം. അന്ന് വൈകുന്നേരമോ പിറ്റേന്നോ ചക്രവർത്തിയെ കാണാനായി ഫക്കീർ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഓഷോ ഇത് പറയുന്നത് വളരെ നാടകീയമായ രീതിയിലാണ്. നമ്മൾ ആ ഫക്കീറിനോടൊപ്പം നടക്കുന്നതായി തോന്നും. ഈ സന്യാസി കടന്നു വരുന്നത് കണ്ടപ്പോൾ പൊന്നുതമ്പുരാന്റെ കുന്തക്കാർ
അവരുടെ കുന്തം മാറ്റിവെച്ച് അദ്ദേഹത്തെ അന്തഃപുരത്തിലേക്ക് കടത്തിവിട്ടു. അന്തഃപുരത്തിലേക്ക് അദ്ദേഹത്തെ കടത്തിവിടണമെങ്കിൽ ഈ ഗുരുവിന് ആ കൊട്ടാരത്തിലുള്ള സ്വാധീനം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചക്രവർത്തിയുടെ സ്വകാര്യ മുറിയുടെ കാവൽക്കാരൻ സന്യാസിയോട് പറഞ്ഞു, ഗുരു, അങ്ങ് അല്പനേരം ഒന്ന് ക്ഷമിക്കണേ, രാജാവ് അകത്ത് നിസ്കരിക്കുകയാണ്. ഫക്കീർ പറഞ്ഞു, അതിനെന്താ, ഞാൻ കാത്തു നിൽക്കാം. ഈ കാത്തുനിൽപ്പിന്റെ ഘട്ടത്തിൽ കിളിവാതിലിലൂടെ ഫക്കീർ ചക്രവർത്തിയെ കാണുന്നുണ്ട്. ചക്രവർത്തി നിസ്കാരം കഴിഞ്ഞു. പെട്ടെന്ന് എഴുന്നേൽക്കാതെ ചക്രവർത്തി അവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒച്ച ഫക്കീർ പുറത്തുനിന്ന് കേട്ടു. ചക്രവർത്തി പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ, ദൈവമേ, നീ എനിക്ക് ഇനിയും സമ്പാദ്യങ്ങളെ തരണേ, നീ എൻ്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തണേ, നീ എൻ്റെ കൊട്ടാരത്തിൻ്റെ അടിത്തറ ബലപ്പെടുത്തണേ, നീ എൻ്റെ ബന്ധുബലം വർദ്ധിപ്പിക്കണേ, എൻ്റെ സന്താനങ്ങൾക്ക് ദീർഘായുസ്സും ഐശ്വര്യവും നീ കൊടുക്കണേ, എൻ്റെ ഖജനാവ് ചോർന്നു പോകാതെ നീ കാക്കണേ. ഫക്കീർ ചെവി പൊത്തി ആ കിളിവാതില് മുന്നിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. കൊട്ടാരത്തിന്റെ മുറ്റത്തുകൂടി ഒരാൾ ഓടുന്നത് ചക്രവർത്തിക്ക് തന്റെ ഉള്ളിലിരുന്ന് കാണാം. ചക്രവർത്തി ജനലഴിയിലൂടെ നോക്കുമ്പോൾ തൻ്റെ ഉസ്താദ്, തൻ്റെ ഗുരു, തൻ്റെ ഫക്കീർ ഓടിപ്പോകുന്നത് കാണുകയാണ്. അതെന്താണ് അദ്ദേഹം ഓടുന്നത്? ഇവിടെ വരെ വന്നിട്ട് എന്നെ കാണാതെ അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടി തമ്പുരാൻ എണീറ്റ് പുറകെ ഓടി. രാജാവ് ഫക്കീറിനെ പിടിച്ചു, കൊട്ടാരത്തിന്റെ മെയിൻ ഗേറ്റിന് മുന്നിൽ വെച്ച് പിടിച്ചു. ഗുരു, അങ്ങ് എന്തിനാണ് കൊട്ടാരം വരെ വന്നിട്ട് എന്നെ കാണാതെ പോകുന്നത്? അങ്ങേക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ ഉണ്ടോ? അത് പറയാതെയാണോ അങ്ങ് പോകുന്നത്? ഇവിടെ വരെ വന്നിട്ട് എന്നെ കാണാതെ പോകാനുള്ള എന്ത് പരിഭവമാണ്, എന്ത് സങ്കടമാണ് അങ്ങയുടെ ഉള്ളിലുള്ളത്? അപ്പോ ഫക്കീർ ഒന്നും മിണ്ടിയില്ല. അയാളുടെ കണ്ണുകൾ നനഞ്ഞിരിപ്പുണ്ട്, ദേഹം വിറയ്ക്കുന്നുണ്ട്, അസ്വസ്ഥമാണ് ഫക്കീർ. ഒടുവിൽ ഫക്കീർ പറഞ്ഞു, രാജാവേ, ഞാൻ വന്നത് അങ്ങയുടെ നാട്ടിലെ ഒരു ഗ്രാമത്തിലെ പ്രജകൾക്ക് കുടിവെള്ളമില്ലാത്തത് കൊണ്ട് ഒരു കിണർ കുഴിച്ചു കൊടുക്കണം എന്ന് യാചിക്കാനാണ്. പക്ഷേ ദൈവത്തോടല്ലാതെ മറ്റാരോടും യാചിക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഞാൻ ആ നിർബന്ധ ബുദ്ധി മാറ്റിവെച്ചിട്ട് അങ്ങയുടെ മുന്നിൽ യാചിക്കാൻ വന്നപ്പോൾ ദൈവം എനിക്കൊരു കാഴ്ച കാട്ടിത്തന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തെണ്ടിയുടെ മുന്നിലാണ് നീ യാചിക്കാൻ വന്നിരിക്കുന്നത്, നിനക്ക് നാണമില്ലേ എന്ന് ദൈവം എന്നോട് ചോദിച്ചു. ഞാൻ കേൾക്കുന്നത് അങ്ങിരുന്ന് യാചിക്കുന്നതാണ്. പണം തരണേ, പൊന്ന് തരണേ, സൗന്ദര്യം തരണേ, വീട് തരണേ, അധികാരം തരണേ, സമ്പാദ്യം തരണേ. ഇതിൽ പരമൊരു അപമാനം നിനക്ക് വരാനുണ്ടോ ഫക്കീറെ എന്ന് ദൈവം എന്നോട് ചോദിച്ചു. പണം കൊണ്ട് നേടാനാവാത്ത, അധികാരവും പണവും സൗന്ദര്യവും ശക്തിയും സൈന്യശക്തിയും കൊണ്ട് നേടാൻ കഴിയാത്ത ഒന്ന് ഒരാളെ ഭിക്ഷക്കാരനാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എങ്ങനെ എന്ന് പറയുന്ന ഈ തത്വം ഈശാവാസ്യോപനിഷത്തിന്റെ ഒരു ഘട്ടത്തിൽ വെച്ച് പറഞ്ഞുകൊണ്ടാണ് ഈശാവാസ്യത്തിന്റെ കരുത്തിനെ ഓഷോ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അദ്വൈതാരകോപനിഷത്ത് എന്ന ഉപനിഷത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ വായനയിൽ ഒരു പക്ഷേ വളരെ കുറച്ചു മാത്രം കടന്നു വന്നിട്ടുള്ള ഒരു ഉപനിഷത്തായിരിക്കാം അദ്വൈതാരകോപനിഷത്ത്. സതത്വദർശനാൻ മനോയുക്തേനാന്തരീക്ഷേണ സച്ചിദാനന്ദ സ്വരൂപം എന്ന ഒരു വാക്യം അതിലുണ്ട്. സത്യദർശനാത്മകമായ മനസ്സിനാൽ
അന്തർനിരീക്ഷണം ചെയ്താൽ രണ്ടു താരകങ്ങളുടെയും മുകളിൽ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ ദർശിക്കാം എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. ഈ വിവർത്തനം ഞാൻ പറയുമ്പോൾ മറ്റൊരു സന്ദർഭം കൂടി ഞാൻ ഓർക്കണം. 2002 എന്ന് ഓർമ്മ. 2002 ജൂൺ മാസം ഒറ്റപ്പാലത്തെ ഒരു വലിയ സാംസ്കാരിക സദസ്സിൽ അന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ PG വിദ്യാർത്ഥിയായ ഞാനും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പങ്കെടുക്കുന്ന ആ സാംസ്കാരിക വേദിയിൽ പ്രസംഗിക്കുകയല്ല, കേൾക്കുകയാണ്. സുകുമാർ അഴീക്കോട് മാസ്റ്റർ, ONV കുറുപ്പ്, കടമ്മനിട്ട രാമകൃഷ്ണൻ ഒക്കെയുള്ള വേദി, വിജയൻ മാഷ്. അപ്പൊ ആ വേദിയിൽ ആരോ ഒരാൾ പറഞ്ഞു, അടുത്ത പ്രസംഗിക്കുന്നത് ശ്രീമാൻ നമ്പൂതിരി, D ശ്രീമാൻ നമ്പൂതിരി. ഞാൻ ആലോചിച്ചു, ആരാടാ അപ്പ ഈ D ശ്രീമാൻ നമ്പൂതിരി? അഴീക്കോടിനെ എനിക്കറിയാം, കടമ്മനിട്ടയെ അറിയാം, ONV കുറുപ്പിനെ അറിയാം. ആരാണ് ഈ D ശ്രീമാൻ നമ്പൂതിരി? ഒരു മെലിഞ്ഞ ദുർബലനായ മനുഷ്യൻ ഇതുപോലെ മൈക്കിന് മുന്നിലേക്ക് വന്നു. അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നതിന് മുൻപേ തൊഴുകയോട് കൂടിയിട്ടാണ് വരുന്നത്. ശ്രീമാൻ നമ്പൂതിരി തൊഴുത് പ്രവേശിക്കുന്നു. അപ്പൊ സാധാരണ നമ്മളെങ്ങനെയാ, ഞാനിതുവരെ നിങ്ങളെ തൊഴുതില്ലല്ലോ. അദ്ദേഹം വന്ദിച്ചു, വന്ദനത്തോടുകൂടി തന്റെ വർത്തമാനം ആരംഭിച്ചു. എന്റെ ശ്രദ്ധ മുഴുവൻ ഈ വന്ദനത്തിലാണ്. ഇതെപ്പോഴാണ് ആ പുള്ളി ഈ വന്ദനം അവസാനിപ്പിക്കുന്നത്? കൈ വിടർത്തണമല്ലോ, കൈ സ്വതന്ത്രമാക്കണ്ടേ? പക്ഷെ പുള്ളി കൈ സ്വതന്ത്രമാക്കുന്നില്ല. പറയുന്നു, തൊഴുതു തന്നെ നിൽക്കുന്നു. ഏതാണ്ടൊരു 10-12 മിനിറ്റ് ശ്രീമാൻ നമ്പൂതിരി സംസാരിച്ചിട്ടുണ്ടാവണം. പക്ഷേ പറഞ്ഞവസാനിപ്പിച്ച് ഈ മൈക്കിന് മുന്നിൽ നിന്ന് പിന്തിരിയുന്നത് വരെ, അതോ പിന്തിരിഞ്ഞു കഴിഞ്ഞും സദസ്സിലിരിക്കുന്ന ഈ ഗുരുക്കന്മാരെ തൊഴുതുകൊണ്ടാണോ അദ്ദേഹം സദസ്സിൽ തൻ്റെ ഇടത്തിലേക്ക് പോയിരുന്നതെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഞാൻ അത്ഭുത സ്തബ്ധനാണ്. ഇതാണ് ശ്രീമാൻ നമ്പൂതിരിയെ കുറിച്ചിട്ടുള്ള എൻ്റെ ഓർമ്മ. പറഞ്ഞതത്രയും വിനയത്തിൽ മുക്കിയ വാക്കുകൾ. അഹങ്കാരത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെ ആ ഗുരു വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, അഴീക്കോട് മാഷെ, ONV സാറെ, കടമ്മനിട്ട കവേ, നിങ്ങളെക്കാളൊക്കെ ഉയരത്തിൽ എൻ്റെ മനസ്സിൽ ഇതാ ഇപ്പോൾ ഇദ്ദേഹം ഈ തൊഴുകൈ കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു, ഒരു കേൾവിക്കാരൻ എന്ന നിലയിൽ. പിന്നീട് ഞാൻ ഈ ശ്രീമാൻ നമ്പൂതിരിനെ പറ്റി അന്വേഷിക്കാൻ ആരംഭിച്ചു. കവിയും നിരൂപകനും പ്രഭാഷകനും പണ്ഡിതനുമൊക്കെയായ D ശ്രീമാൻ നമ്പൂതിരി വിവർത്തനം ചെയ്ത 108 ഉപനിഷത്തുകളുടെ ഒരു വലിയ കൃതി ഒരിക്കൽ മുന്നിൽ വെച്ച് കണ്ടപ്പോൾ എനിക്കത് എടുക്കാതിരിക്കാൻ പറ്റിയില്ല. ആ തൊഴുകയ്യെ ഞാൻ ഓർത്തു. ആ ശ്രീമാൻ നമ്പൂതിരിയുടെ വിവർത്തനമാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത്. സത്യദർശനാത്മകമായ മനസ്സിനാൽ അന്തർനിരീക്ഷണം ചെയ്താൽ രണ്ടു താരകങ്ങളുടെയും മുകളിൽ സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ ദർശിക്കാം. ഇതിൻ്റെ തത്വചിന്താപരമായ ഒരുപാട് ആഴത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഞാൻ അതിന് കെൽപ്പുള്ളയാളുമല്ല. ഇവിടെ സത്യദർശനാത്മകമായ മനസ്സ് എന്നതാണ് ഊന്നൽ. സത്യദർശനാത്മകമായ മനസ്സ് ശംഭവീ മുദ്ര സംഭവിച്ച സാധകന്റെ മനസ്സാണ്. ഭ്രൂകുടിയെ സംയോജിപ്പിച്ച് അണിമാതി സിദ്ധികൾ കൈവന്നവർ. ശാംഭവീ മുദ്ര സംഭവിച്ച സാധകന്റെ നിവാസഭൂമി പരിശുദ്ധമെന്ന് ഉപനിഷത്തുകൾ നമ്മളോട് പറയുന്നു. തന്മുദ്രാരൂഢ ജ്ഞാനാനിവാസാദ് ഭൂമി പവിത്ര ഭവതി. ഈ സത്യദർശനം സിദ്ധിച്ച ജ്ഞാനികളുടെ പവിത്ര ഭൂമിയും ഒരിക്കലും സ്വാർത്ഥമല്ല. ഒരു ഭിക്ഷക്കാരനും എന്ന് ഞാൻ പറയുമ്പോൾ പിച്ചക്കാരനെന്ന് ഗുരു കവിതയിൽ ഉപയോഗിച്ച അർത്ഥത്തിലല്ല. നേരത്തെ പറഞ്ഞ ആ ചക്രവർത്തി പിച്ചക്കാരനെ കുറിച്ചാണ് പറയുക. പണമുണ്ടെങ്കിലും തെണ്ടിയായി തീരുന്ന മനുഷ്യർക്ക് കൈവരുന്ന സാധനമല്ല ഈ നിവാസഭൂമി, ഈ പരിശുദ്ധ ഭൂമി. ആ പരിശുദ്ധ ഭൂമിയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം.
ശ്രീനാരായണ ഗുരു ഇരിക്കുന്ന ഭൂമി, ഗുരു ഇരുന്ന ഭൂമി, ഗുരു തൊട്ട ഭൂമി, ഗുരു പഠിപ്പിച്ച ഭൂമി പരിശുദ്ധ ഭൂമിയാണ്. ഗുരു അത്രമേൽ വലിയ സാധകനാണ്. അതെങ്ങനെ ആത്മോപദേശ ശതകത്തിൽ നിന്ന് ബോധ്യപ്പെടും? ഉണരണമെന്നി ഉറങ്ങണം, ഭുജിച്ചീടണം അശനം, ഉണരേണം എന്നിവണ്ണം, അണയുമനേക വികൽപ്പമാകയാൽ ആലാരുണരുവത് ഉള്ളൊരു നിർവികാര രൂപം. അത് പറഞ്ഞിട്ടൊന്ന് തുടരുന്നുണ്ടല്ലോ ഗുരു, തുടർച്ചയിലേക്കൊരു കണ്ണി വയ്ക്കും. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നീടണം അറിവായി ഇതിനയോഗ്യനെന്നാൽ, പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം എന്ന് പറഞ്ഞാൽ, എന്നെക്കൊണ്ട് ആത്മവിദ്യ നേടാൻ കഴിയില്ലെങ്കിൽ ഉണർവ് ഉറക്ക് എന്ന മായാലോകം വിട്, ഉണ്മ ഇല്ലായ്മ എന്ന് പറയുന്ന ആ ബീയിങ് നത്തിങ്നെസ് വിട്, സമ്പത്ത് സമ്പാദ്യമില്ലായ്മ എന്ന ദ്വന്ദ്വങ്ങൾ വിട്. ഇതിനെ എല്ലാം പരാജയപ്പെടുത്തുന്ന അറിവിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മബോധത്തെ തൊടാൻ എന്നെക്കൊണ്ട് കഴിയില്ലെങ്കിൽ മുനിജന സേവയിൽ ശരീരത്തെ നമ്മൾ നിർത്തിയിടണം. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്. നാം നമ്മുടെ ശ്രദ്ധയെ കൊണ്ട് വയ്ക്കുന്ന മുനിയുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? ആ മുനി ഈ പറയുന്ന സാധകനാണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? ആ മുനി ഇരിക്കുന്ന ഭൂമി പുണ്യഭൂമിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടണ്ടേ? ആ ബോധ്യമാണ് ഫക്കീറിനെ ചക്രവർത്തിയുടെ മുന്നിൽ നിന്ന് ഓടിച്ചത്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഒരു വിശ്വസിക്കാവുന്ന ഗുരുവാണ്. ആ വിശ്വസിക്കാവുന്ന ഗുരുവാണ് ശ്രീനാരായണ ഗുരു. ആ വിശ്വസിക്കാവുന്ന ഗുരുവിന്റെ സാധകന്റെ കൃതിയാണ് ആത്മോപദേശ ശതകം. വെറുതെ ആത്മോപദേശ ശതകം വായിച്ചാൽ മതി, മുനിജന സേവ നമുക്ക് കിട്ടുമെന്നർത്ഥം. അതിന്റെ പൊളിറ്റിക്കൽ മീനിങ്ങിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാമെന്ന് വിചാരിച്ചെങ്കിലും ഒന്ന് പറയാം. നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ രാഷ്ട്രത്തെ സോവറീൻ ആക്കി മാറ്റുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫെഡറൽ ഡെമോക്രാറ്റിക് സോവറീൻ റിപ്പബ്ലിക് ആക്കി നമ്മുടെ രാഷ്ട്രത്തെ മാറ്റണം. ആ മാറ്റുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന് ഭരണഘടന ചോദിക്കും. ആരാണിത് മാറ്റുക? സർക്കാരാണോ? പാർലമെന്റ് ആണോ? സൈന്യമാണോ? വി ദ പീപ്പിൾ, നാം ജനത രാഷ്ട്രത്തെ ഫെഡറൽ ഡെമോക്രാറ്റിക് സോവറിൻ റിപ്പബ്ലിക് സെക്യുലർ ആക്കി മാറ്റണം. അപ്പൊ എനിക്കതിൽ പങ്കുണ്ട്, നിങ്ങൾക്കതിൽ പങ്കുണ്ട്, പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പങ്കുണ്ട്, പിറന്ന കുഞ്ഞുങ്ങൾക്ക് പങ്കുണ്ട്. ഞാൻ എൻ്റെ രാഷ്ട്രത്തെ സോവറിൻ പരമാധികാരമുള്ളതാക്കി മാറ്റണമെങ്കിൽ ഞാൻ പരമാധികാരി ആയിരിക്കണ്ടേ? ഞാൻ പരമാധികാരി അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രത്തിന് എനിക്കെങ്ങനെ പരമാധികാരിയാക്കാൻ പറ്റും? ഞാൻ പരമാധികാരിയാകണമെങ്കിൽ എൻ്റെ സെൽഫ് സോവറിനായി മാറണം. എൻ്റെ ആത്മം പരമാധികാരമുള്ളതായി മാറണം. എൻ്റെ കോൺഷ്യസ് മൈൻഡ് പരമാധികാരമുള്ളതായി മാറണം. എൻ്റെ ബോധമനസ്സ്, എൻ്റെ അൺകോൺഷ്യസ് മൈൻഡ് പരമാധികാരമുള്ളതായി മാറണം. എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെയെങ്കിലും അടിമയാണ് എന്ന ഭാവത്തോടു കൂടി എനിക്ക് സോവറിനിറ്റി അനുഭവിക്കാൻ പറ്റില്ല. ആ അടിമ മനോഭാവത്തിൽ നിന്ന് ഞാൻ പുറത്തു വരണം. ഈ പുറത്തു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഔഷധമാണ് ആത്മോപദേശ ശതകം. അതിൻ്റെ അർത്ഥമൊന്ന് പറഞ്ഞേ. ആത്മോപദേശ ശതകം എന്ന് പറഞ്ഞാൽ ആത്മത്തെ ഉപദേശിച്ചു കൊടുക്കുന്ന 100 ശ്ലോകങ്ങൾ എന്നാണല്ലോ അർത്ഥം. ഈ ആത്മത്തെ ആരുപദേശിച്ചു തരും? എനിക്ക് ആരുപദേശിച്ചു തരും? ശ്രീനാരായണ ഗുരു കവിത എഴുതിയിട്ടുണ്ട്, അതിനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ട് ഒക്കെ. പക്ഷെ ആത്മത്തെ എനിക്കാരുപദേശിച്ചു തരും? ആത്മത്തെ വേറെ ആരും ഉപദേശിക്കണ്ട, എനിക്ക് ഞാൻ ഉപദേശിച്ചു തരണം. എനിക്ക് ആത്മത്തെ ഞാൻ ഉപദേശിച്ചു തരണമെങ്കിൽ അത് ഉപദേശിക്കാൻ കഴിയുന്ന ഒരു ക്വാളിറ്റി എന്നിൽ ഉണ്ടാവണ്ടേ? ആ ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ നാം സകലമാന അടിമ മനോഭാവത്തിൽ നിന്ന് പുറത്തു വരണം. ഗുരു മനസ്സിലാക്കിയത്
നമ്മുടെ സാമൂഹിക ജീവിതത്തിലെ മനുഷ്യർ അടിമകളായിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട രണ്ടു കാരണം ജാതിഭേദവും മതദ്വേഷവുമാണ്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ അടിമ എന്ന് പറയുമ്പോൾ മതവിശ്വാസം അപകടകരാണെന്നല്ല ഞാൻ പറയുന്നത്. മതവിദ്വേഷം വരുന്നത് മറ്റൊരാളെ വെറുക്കുന്നതിന് എൻ്റെ മതം എൻ്റെ ഉള്ളിൽ കാരണമായി തീരുന്നത് കൊണ്ടാണ്. എന്നെ അടിമയാക്കി മാറ്റുന്നതിന്റെ രണ്ടാമത്തെ കാരണമാണ് ജാതിഭേദം. ഈ രണ്ട് പ്രക്രിയയിൽ നിന്ന് ഞാൻ സൂക്ഷ്മമായി പുറത്തു വന്നാൽ ഞാൻ സോവറിനായി മാറിക്കഴിഞ്ഞു. ഞാൻ സ്വയം നിർവചിക്കാൻ കെൽപ്പുള്ളവനായി മാറിക്കഴിഞ്ഞു. എന്റെ ശിരസ് പിന്നെ ആരുടെ മുന്നിലും താണുപോകാത്ത വിധം ഉയർന്നു നിൽക്കും. ഇത് സാധാരണ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയാറുള്ളത്, നിങ്ങൾ ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോഗ്രാഫ്സ് കണ്ടിട്ടില്ലേ? ചിത്രം ക്യാമറയിലെടുത്ത സാധനം. ഈ ക്യാമറ ഒരു ആധുനിക ഉൽപ്പന്നമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും കടന്നു വന്ന് ആളുകളെ ഒപ്പിയെടുക്കുന്ന ഒരു സാധനമാണ് ഈ ക്യാമറ. ഇന്നിപ്പോ നമ്മൾ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ഒരു പേടിയുമില്ല, പലമാതിരി സെൽഫി എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ചിരിച്ചപ്പോൾ എൻ്റെ ചിരി മോശമായി പോയി, സെൽഫി എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പണ്ട് അങ്ങനല്ല. ക്യാമറയുടെ ഫ്ലാഷ് വീഴുന്ന സമയത്ത് കൃത്യമായി നമ്മൾ ക്യാമറയ്ക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഇരുന്നു കൊടുക്കണം. ഇപ്പോൾ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വിനിൽ പോളൊക്കെ ചെയ്യുന്ന ആ പങ്ക്തിയിൽ കാണാൻ പറ്റും പഴയ കേരളത്തിലെ മനുഷ്യരെ എങ്ങനെ ഫോട്ടോ എടുത്തു. ഒരു 100 വർഷം മുമ്പുള്ള കേരളത്തിലെ ഫോട്ടോഗ്രാഫ്സ് ശ്രദ്ധിച്ചു നോക്കൂ. ആ ചിത്രങ്ങളിലെ മനുഷ്യർ ഈ ഉപകരണത്തെ ഒരു ബഹിരാകാശ വസ്തുവിനെ പോലെ കണ്ടുകൊണ്ടാണ് ചിത്രത്തിൽ ഇരിക്കുന്നത്. കണ്ടിട്ടുണ്ടോ? കണ്ണു തുറിച്ച്, പേടിച്ച്, വിനയാന്വിതരായി, നടുവൊക്കെ വളച്ച്, എന്തോ ഒരു സാധനം തങ്ങളെ ഭക്ഷിക്കാൻ വരുന്നത് പോലെയാണ് ആളുകൾ ഈ ചിത്രത്തിൽ ഇരിക്കുന്നത്. അത് ലോക സിനിമയുടെ ചരിത്രം പറയുന്ന ചരിത്രകാരന്മാർ പറയണത്, ഈ ചലച്ചിത്രം ആദ്യമായി ഫ്രാൻസിൽ പ്രദർശിപ്പിക്കുന്നത് ഒരു റിയലിസ്റ്റിക് ചിത്രമാണല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നതാണ് ചിത്രം, മൂവി. ആദ്യമായി ലോകം ഇങ്ങനെ ഒരു സാധനം കാണുകയാണ്. ഈ സിനിമാ കൊട്ടകയ്ക്കകത്തിരുന്നിട്ട് ചലനചിത്രം അവർ ആദ്യമായിട്ട് കാണുകയാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പക്ഷെ ആളുകൾ വിചാരിച്ചത് ഈ തീവണ്ടി ഇപ്പം നെഞ്ചത്തോട്ട് വന്ന് കയറുമെന്നാണ്. അവർ ഈ തീവണ്ടി വന്നപ്പോൾ തന്നെ സീറ്റ് വിട്ട് എണീറ്റ് ഓടിക്കളഞ്ഞു. ഒരു ഉപകരണം, ഒരു കലാവസ്തു നമ്മളെ ഭയപ്പെടുത്തുന്നതിന്റെ പ്രതീതിയെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത്. ഈ ഭയം മലയാളിയുടെ ചിത്രബോധത്തിൽ നിന്ന് മാറാൻ 1970-കൾ ഒടുവിൽ വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോ നമ്മുടെ പഴയ കാലത്തെ കല്യാണ ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഫോട്ടോയൊക്കെ വീടിന്റെ മുറ്റത്ത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. മാമനും മാമിയും കല്യാണം കഴിച്ച ഫോട്ടോ, അച്ഛനും അമ്മയും കല്യാണം. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവർ പേടിച്ച് വിറച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ തലമുറ ഫോട്ടോ എടുക്കുമ്പോൾ അവർ പേടിക്കുന്നില്ല. ഫോട്ടോഗ്രാഫർ പേടിച്ചാലായി. ഇവർ തന്നെ ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് ഇടപെടുന്ന തരത്തിൽ ആളുകളുടെ സെൽഫ് അത്രമേൽ ശക്തമായി തീർന്നു. ഇത് തലമുറയുടെ മാറ്റം മാത്രമല്ല, ഒരു ഉപകരണത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന ആധുനികതാ ബോധം കൂടി ഈ പ്രക്രിയയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോട്ടോഗ്രഫിയോട് ശ്രീനാരായണ ഗുരുവിന്റെ സമീപനം എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇപ്പൊ സ്വാമിയും ശിഷ്യരും കൂടി ഇരിക്കുന്ന ചിത്രം നമുക്ക് കാണാൻ പറ്റും. ശിഷ്യന്മാരിൽ 90% പേടിച്ച് പറച്ചാണ് ഇരിക്കുന്നത്. സ്വാമിക്ക് ഒരു കൂസലുമില്ല. ക്യാമറയെങ്കിൽ ക്യാമറ, ലോകമെങ്കിൽ ലോകം. സ്വാമി തലകുനിക്കാതെ നിർഭയനായി സ്വാമി ആ ചിത്രത്തിൽ ഇരിക്കുന്നത് എത്രയോ വട്ടം ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. കസേരയിലിരിക്കുന്നു, സ്വാമി നിലത്തിരിക്കുന്നു, ക്യാമറയെ അദ്ദേഹം അഭിമുഖീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ 2 യോഗ നയനങ്ങൾ പോലെ വിദൂരതയിൽ ചക്രവാളത്തിനപ്പുറത്തേക്ക് പോയി എന്ന് ടാഗോർ പറഞ്ഞതിനെ കാണണമെങ്കിൽ ഗുരുവിന്റെ ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫിലെ കണ്ണിലേക്ക് നോക്കിയാൽ മതി. ക്യാമറയ്ക്കപ്പുറത്തേക്കുള്ള ലോകത്തിലേക്ക്. ക്യാമറാമാൻ പറയുന്നു ഇവിടേക്ക് ഫോക്കസ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ പോലും ആ കണ്ണുകൾ ക്യാമറയുടെ ഫോക്കൽ ലെങ്തിനെയും ഭേദിച്ച് അപ്പുറത്തേക്ക് പോകുന്ന തരത്തിൽ ദൃഢമായിരുന്നു എന്ന് പറഞ്ഞാൽ
ഈ ദാർഢ്യമാണ് നിങ്ങൾ കൈവരിക്കേണ്ടത് ഈ മുനിയിൽ നിന്ന് എന്ന് ബോധ്യപ്പെടുത്തുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ക്ലാസിക് ആണ് ആത്മോപദേശ ശതകം എന്ന് അർത്ഥം. അദ്വൈതാരകോപനിഷത്ത് അവസാനിക്കുന്നത് ഏതാണ്ട് ഇതുപോലെയാണ്. ആചാര്യോ വേദസമ്പന്നോ വിഷ്ണുഭക്തോ വിമത്സര യോഗജ്ഞോ യോഗനിഷ്ഠച്ച സദാ യോഗാത്മക ശുചി ഗുരുഭക്തി സമായുക്ത പുരുഷജ്ഞോ വിശേഷത ഏവം ലക്ഷണസമ്പന്നോ ഗുരുരിത്യഭിധീയതേ. യഥാർത്ഥത്തിൽ ഗുരു എന്ന് പറയുന്നത് വേദസമ്പന്നത, ദൈവഭക്തി, മാത്സര്യമില്ലായ്മ, യോഗജ്ഞത, യോഗനിഷ്ഠത, യോഗാത്മകത, പരിശുദ്ധി. ഒന്നുകൂടി കേട്ടുകൊള്ളണം ഈ പറയുന്നത്. ഗുരു എന്നൊരാളെ പറയണമെങ്കിൽ, എൻ്റെ ശിഷ്യർ എന്നെ ഗുരു എന്ന് വിളിക്കുമ്പോൾ അത് കേൾക്കാൻ ഞാൻ യോഗ്യനാവണമെങ്കിൽ എനിക്ക് ക്വാളിറ്റീസ് ഉണ്ടാവണമെന്നല്ല എൻ്റെ അർത്ഥം. ഈ ക്വാളിഫിക്കേഷൻസ് വേദസമ്പന്നത, അറിവ്, ദൈവഭക്തി, വിമത്സരത്വം, യോഗജ്ഞത, യോഗനിഷ്ഠത, യോഗാത്മകത, പരിശുദ്ധി, ഗുരുഭക്തി, പരമാത്മാവിൽ ശ്രദ്ധ, ഇവ ചേർന്നയാളെ മാത്രമേ ഗുരു എന്ന് വിളിക്കാവൂ. അതുകൊണ്ട് ഗു ശബ്ദസ്തന്ധകാര സ്യോദ്രു ശബ്ദസ്തന്നിരോധക. രു എന്ന് പറയുന്ന അന്ധകാരത്തെ, ഗു എന്ന് പറയുന്ന അന്ധകാരത്തെ രോധിക്കുന്ന ശബ്ദത്തെ സംയുക്തി രൂപത്തിൽ നമ്മൾ പറയുന്ന പ്രക്രിയയാണ് ഗുരു. അങ്ങനെയുള്ള ഒരു പദവിക്ക് എല്ലാവരും അർഹരാണോ എന്ന ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇനി ആരൊക്കെ അർഹരാണ് അർഹരായില്ല എന്ന് പറഞ്ഞാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, ശ്രീനാരായണ ഗുരു ആ പദവിക്ക് അർഹനാണ്. അതുകൊണ്ട് നമുക്ക് ഗുരുവിനെ വിശ്വസിക്കാം. ആ വിശ്വാസത്തിന്റെ പ്രമാണകൃതിയാണ് ആത്മോപദേശ ശതകം എന്ന് പറയുമ്പോൾ അത് നമ്മെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ചക്രവർത്തിക്ക് മുന്നിൽ നിന്ന് ഇറങ്ങിയോടാൻ ആ ഫക്കീറിന് തോന്നിയത് എന്ന് ഓഷോയെ വായിച്ചതിന് ശേഷവും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അയാൾ ദൈവം എന്ന വെളിച്ചത്തെ തൊട്ടിരിക്കുന്നു. അയാൾ തൻ്റെ ശരീരത്തിലേക്ക് ദൈവ വെളിച്ചത്തിന്റെ പ്രമാണത്തെ കൊണ്ടുവരുന്നു. ദൈവം ആകാശഭൂമികളുടെ വെളിച്ചമാകുന്നു. ആ വെളിച്ചത്തെ നമുക്കിങ്ങനെ ഉദാഹരിക്കാം. ഭിത്തിയിൽ ഒരു മാടം, മാടത്തിൽ ഒരു വിളക്ക്, വിളക്കിരിക്കുന്നത് ഒരു സ്ഫടിക പാത്രത്തിൽ. ഭിത്തിയിൽ ഒരു മാടം, മാടത്തിൽ ഒരു വിളക്ക്, ആ വിളക്ക് സ്ഫടിക പാത്രത്തിലിരിക്കുന്നു. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രം പോലുള്ള ഒരു സ്ഫടിക പാത്രത്തിൽ. അനുഗ്രഹീതമായ ഒലിവ് മരത്തിന്റെ എണ്ണയിലാണ് ആ വിളക്ക് കത്തുന്നത്. ഈ പറഞ്ഞ വാക്യം ഖുർആനിലേതാണ്. അല്ലാഹു നൂറു സമാവാത്തി വൽ അർദ് മസലു നൂരിഹി കമിസ്ലാത്തിൻ ഫീഹാ മിസ്ബാഹ് എന്ന് തുടങ്ങുന്ന വാക്യം. ഈ വാക്യമായിരിക്കണം ആ ഫക്കീറിനെ നയിച്ചിരുന്ന ബോധ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ വിളക്കിനപ്പുറത്ത് ഒരു അധികാരിക്ക് മുന്നിലും എൻ്റെ ശിരസ് താണു പോവുകയില്ല എന്ന് അയാൾ നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രതിജ്ഞ എടുത്തിരുന്നു. ആ പ്രതിജ്ഞയുള്ളത് കൊണ്ട് ഈ ചക്രവർത്തി കള്ളമാണ്, ഈ ചക്രവർത്തി ഏറ്റവും വലിയ ഭിക്ഷക്കാരനാണ് എന്ന് അയാൾക്ക് തിരിച്ചറിയാൻ പറ്റി. ഈ ദൈവകൽപ്പന പരത മലയാള ഭാഷയിൽ നമുക്ക് വായിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയ കൃതികളിൽ ഒന്നാണ് ആത്മോപദേശ ശതകം. അഹം ഇരുളല്ലിരുളാകിലന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. അഹം ഇരുളല്ലിരുളാകിലന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. അറിവതിനാൽ അഹം അന്ധകാരമല്ലെന്ന് അറിവതിനിങ്ങനെ ആർക്കുമോതിടേണം.
ആത്മോപദേശ ശതകത്തിലെ ഒരുപാട് ശ്ലോകങ്ങളിൽ ആവർത്തിക്കുന്ന രണ്ട് പ്രയോഗമാണ് വെളിച്ചവും അന്ധകാരവും അറിവും എന്നത്. ഇതിലെ അന്ധത എന്ന പ്രയോഗം ഒരാൾക്ക് ജന്മനാലോ അല്ലാതെയോ കണ്ണിന് കാഴ്ചയില്ലാത്തത് എന്ന അർത്ഥമെടുക്കരുത് കേട്ടോ, അത് തെറ്റാണ്. ഒരാൾക്ക് ജന്മനാൽ അന്ധത വരുന്നത് അയാൾക്ക് കാഴ്ചയില്ലായ്മ ഒരു ദൗർഭാഗ്യമായി വന്നിരിക്കുന്നു എന്ന് നിർണയിക്കാൻ നമ്മെ സഹായിക്കുന്നില്ല. അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഒരാൾക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് വെച്ച് അയാൾക്ക് കാര്യങ്ങളെ കാണാൻ കഴിയില്ല എന്ന് പറയരുത്. നേരെ മറിച്ച് കണ്ണിന് നല്ല കാഴ്ചയുള്ള മനുഷ്യന് ഒരു കാര്യത്തെ കാണാനായില്ലെന്നും വരാം. എങ്ങനെ? നാം നടന്നു പോകുന്നു, ഒരു ജീവി മരിക്കാൻ കിടക്കുകയാണ്, അതിനൊരു ലോളം വെള്ളം കൊടുത്താൽ അത് രക്ഷപ്പെട്ടെന്ന് വരാം. നമുക്ക് നല്ല കാഴ്ചയുണ്ട്, ആരോഗ്യമുണ്ട്, വെള്ളം കൊടുക്കാൻ കഴിയും. പക്ഷെ നാം പുച്ഛത്തോടുകൂടി നടന്നു പോകുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്തതെന്ന് നാം പറയുന്ന ഒരാൾ വരുന്നു. അദ്ദേഹത്തിന് വെളിച്ചത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇരുട്ടിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, മുന്നിലെ വഴി തിരിച്ചറിയാൻ പറ്റുന്നില്ല, പ്രാണി അടുത്ത് കിടപ്പുണ്ടെന്നത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ നടന്നു വരുമ്പോൾ അദ്ദേഹം ഈ ദീനരോദനം കേൾക്കുന്നു. എന്താണതെന്നറിയാൻ അവിടെ നിൽക്കുന്നു. മെല്ലെ ഒന്ന് കാണിക്കുന്നു. ആ ശബ്ദത്തെ അയാൾ ശ്രദ്ധിക്കുന്നു. പഴയൊരു കഥയുണ്ട്. ഒരു സത്രത്തിൽ ഒരു രാത്രി ഒരു വ്യാപാരി തങ്ങാൻ തീരുമാനിച്ചു. അദ്ദേഹം യാത്ര പോകുന്നതിന് മധ്യേ സത്രത്തിൽ തങ്ങാൻ തീരുമാനിച്ചു. സത്രത്തിൽ ഭക്ഷണവും പായയും കൊടുക്കും. പായ വാങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് വ്യാപാരി കിടക്കാൻ തീരുമാനിച്ചു. രാജാവിന്റെ സത്രമാണ്, നിറയെ ആളുകളുണ്ട്. അദ്ദേഹം മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് തൊട്ടു മുമ്പ് ഒരു കരച്ചിൽ കേട്ടു. ആരാണിത് കരയുന്നതെന്നറിയാൻ തല ഉയർത്തി നോക്കിയപ്പോൾ അപ്പുറത്ത് ഒരു കൂട്ടം ആളുകൾ ഒരാളെ ചുറ്റി നിൽക്കുകയാണ്. അയാൾ ഉറക്കെ കരയുന്നു, എന്റെ കഴുത, എന്റെ കഴുത എന്ന് കരയുന്നുണ്ട്. വ്യാപാരി ആ കൂട്ടത്തിനിടയിലേക്ക് ചെന്നു. ഇയാൾ എന്താണ് കരയുന്നത്, എന്തിനാണ് കരയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആളുകൾ പലരും ചോദിക്കുന്നു, നിങ്ങൾ എന്തിന് കരയുന്നു? മറുപടിയില്ല. എന്താണെന്ന് പറയൂ, പരിഹരിക്കാം. മറുപടിയില്ല. കുറച്ചു നേരം ആളുകൾ ഇങ്ങനെ ചോദിച്ച് മടുത്തിട്ട് കുറച്ചുപേര് പോയി. ഈ മുഴുവൻ ആള് പകുതിയായി, ആ പകുതി വീണ്ടും പകുതിയായി. 2-3 പേര് ബാക്കിയായപ്പോൾ കഴുതക്കാരന്റെ കരച്ചില് മെല്ലെ ഒന്ന് കുറഞ്ഞു. ഇത് കുട്ടികളുടെ മനഃശാസ്ത്രം ഇങ്ങനെയാണ്. കരയുന്ന കുഞ്ഞിനോട് ചോദിച്ചുകൊണ്ടിരുന്നാൽ കരച്ചിലിന്റെ ഒച്ച കൂടും, ഉപേക്ഷിച്ച് പോയാൽ അവൻ കരച്ചിൽ നിർത്തും. ഇയാൾ കരച്ചിൽ നിർത്തിയെന്ന് ബോധ്യമായപ്പോൾ, ഏതാണ്ട് കരച്ചിലൊന്ന് ഒടുങ്ങിയപ്പോൾ വ്യാപാരി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? കഴുത. ഓ, നിങ്ങളുടെ കഴുതയെ കാണാനില്ലല്ലേ? സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കഴുതയുടെ ഒരു കണ്ണിന് കാഴ്ചയില്ലല്ലേ? അയാൾ കരച്ചിൽ നിർത്തിയിട്ട്, അതെ, അത് തന്നെ എന്റെ കഴുത. കൂട്ടുകാരാ, ആ കഴുതയെ കൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. അതിനെ ചുമടെടുപ്പിച്ചാണ് ഞങ്ങളുടെ വീട് പുലർന്നിരുന്നത്. അതിനെ ഇന്ന് രാവിലെ മുതൽ കാണാനില്ല. അയാൾ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വ്യാപാരി പറഞ്ഞു, ഞാൻ ആ കഴുതയെ കണ്ടിട്ടില്ല. എന്ത്? കഴുതയെ കാണാതെ എന്റെ കഴുതയ്ക്ക് ഒരു കണ്ണിന് കാഴ്ചയില്ലെന്ന് നീ കള്ളം പറയുന്നു? എവിടെടാ എന്റെ കഴുത? ഒച്ച കേൾക്കുമ്പോൾ ആള് കൂടുമല്ലോ. കുറച്ചാളുകൾ കൂടി. എന്താ പ്രശ്നം? ഇയാളെന്റെ കഴുതയെ കട്ടെടുത്ത് വെച്ചിരിക്കുന്നു, എന്നിട്ട് ഇയാൾ പറയണു ഇയാള് കണ്ടിട്ടില്ലെന്ന്. അപ്പൊ വ്യാപാരി പറഞ്ഞു, ക്ഷമിക്കൂ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങളുടെ കഴുതയുടെ ഇടത്തെ മോണയിലെ പല്ലില്ലല്ലേ? അമ്പട കള്ള, നീ തന്നെ എന്റെ കഴുതയെ കട്ടെടുത്ത് വിറ്റത്. എവിടെടാ എന്റെ കഴുത? ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആളുകൾ മെല്ലെ ഒന്ന് കൈവയ്ക്കാൻ ആരംഭിച്ചു. ഈ കഥയിൽ നിന്നാണോ എന്ന് അറിഞ്ഞൂടെ ഈ പൊതുജനം കഴുതയാണ് എന്ന പഴഞ്ചൊല്ല് വന്നത്. കൈവയ്ക്കാൻ ആരംഭിച്ചു. വ്യാപാരി പറഞ്ഞു, വരട്ടെ, ഒരു കാര്യം കൂടെ എനിക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. നിങ്ങളുടെ കഴുതയുടെ ഒരു കാലിന് മുടന്തുണ്ടല്ലേ? ഉറപ്പായി ആളുകൾ അടി തുടങ്ങി.
അപ്പൊ കൂട്ടത്തിൽ ഏതോ ഒരാൾ പറഞ്ഞു, അടിച്ച് കൊല്ലണ്ട, നമുക്ക് രാജാവിനടുക്കൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് തീർപ്പാക്കാം. രാജാവിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഈ സംഭവം കേട്ടിട്ട് രാജാവിനോടൊപ്പമുള്ള മന്ത്രിമാരൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാം. ഇവനെ ഇപ്പൊ വധശിക്ഷയ്ക്ക് വിധേയമാക്കണം, ഇവൻ മുഴുത്ത കള്ളനാണ്, ഇവൻ പഠിച്ച കള്ളനാണ്, ഇവൻ ഒരുപാട് പേരുടെ വസ്തുക്കൾ അപഹരിച്ചാണ് ഇങ്ങനെ സമ്പന്നനായ വ്യാപാരിയായിരിക്കുന്നത്. പക്ഷെ രാജാവ് പറഞ്ഞു, വെയിറ്റ്, ചോദിക്കട്ടെ, ഇതൊന്നും നിങ്ങൾ കാണാതെ ഇത്ര കൃത്യമായി നിങ്ങൾ എങ്ങനെ പറഞ്ഞു? അപ്പൊ വ്യാപാരി പറഞ്ഞു, രാജാവേ, എനിക്ക് കുട്ടിക്കാലം മുതൽ ഒരു സ്വഭാവമുണ്ട്, ഞാൻ എന്തും നിരീക്ഷിച്ചു മാത്രമേ നടക്കൂ. ഇത് റിസർച്ച് മെത്തഡോളജിയുടെ ക്ലാസ്സിൽ പറയേണ്ട കഥയാണ്. ഒബ്സർവേഷനാണ് നമ്മുടെ ഏറ്റവും വലിയ അറിവ്. ഞാൻ ഇന്ന് ഇങ്ങനെ നടക്കുമ്പോൾ ചെറിയ മഴ പെയ്തിരുന്നു. ഒരു 3 കാലുള്ള ജീവി നടന്നു പോണതിന്റെ അടയാളം ഞാൻ കണ്ടു. എനിക്ക് അത്ഭുതമായി. ഈ ലോകത്ത് 3 കാലുള്ള ഒരൊറ്റ ജീവി മാത്രമേ ഉള്ളത്, മനുഷ്യനാണ്. മനുഷ്യനാകുമ്പോൾ ഒരു കാലൊരു വടിയായിരിക്കുമല്ലോ, പക്ഷെ ഇത് 3 ഒരേ കാലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, 3 കാലുള്ളൊരു ജീവി ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയില്ല. ഒന്നുകിൽ ഇത് 4 കാലുള്ളതിന്റെ ഒരു കാല് പോയതാണ്. ആ കൗതുകം കൊണ്ട് ഞാൻ മെല്ലെ നോക്കൂ, ഒബ്സർവേഷൻ, ഈ നിരീക്ഷണ ബോധത്തിൽ നിന്ന് ഞാൻ അറിവിലേക്ക് പ്രവേശിക്കുക. ഞാൻ നോക്കുമ്പോഴുണ്ട് ഈ ജീവി ഒരു വഴിയിലേക്ക് കയറി. ആ വഴിയുടെ 2 വശത്തും പുല്ലുകൾ വളർന്നു നിൽപ്പുണ്ട്, ചെടികളുണ്ട്. പക്ഷെ ഏറ്റവും നല്ല ചെടികളുള്ളത് ഇടതുവശത്താണ്. ഈ ജീവി അത് കഴിച്ചിട്ടില്ല, മോശപ്പെട്ട അപ്പുറത്തതാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, ഇത്രയും നല്ല പുല്ല് ഇപ്പുറത്തുണ്ടായിട്ട് അത് കഴിക്കാതെ അത് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അതിന്റെ ഇപ്പുറത്തെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ടല്ലോ. സെക്കൻഡ് നോളജ്. ഞാൻ എന്നിട്ട് ഇത് കഴിച്ച ഇലയെ നിരീക്ഷിക്കാൻ ശ്രദ്ധിച്ചു. പകുതി ചവച്ച് വിട്ടിരിക്കുന്നു. ഞാനിത് എടുത്തിട്ടൊന്ന് ചവച്ച് നോക്കി. അപ്പൊ ഇടത്തെ പല്ല് പിടിച്ചിട്ടില്ല, ആ പല്ലിന് എന്തോ കുഴപ്പമുണ്ട്. ഈ 3 അറിവും ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു. അയാൾ പറയാണ് ഞാൻ കള്ളനാണെന്ന്. രാജാവേ, നിങ്ങൾ പറയൂ ഞാൻ കള്ളനാണ്. രാജാവ് പറഞ്ഞു, മന്ത്രിമാരെല്ലാം സസ്പെൻഡഡ്, ഇനി എനിക്ക് ഒരൊറ്റ മന്ത്രി മാത്രമേ ഉള്ളൂ, അത് നിങ്ങളാകുന്നു, താങ്കൾക്കുള്ള കസേര. നോക്കൂ, അറിവും അന്ധകാരവും തമ്മിലുള്ള വ്യത്യാസത്തെ ബോധ്യപ്പെടുത്തുന്ന ലളിതമായൊരു കഥയാണിത്. അപ്പോൾ ഗുരു പറഞ്ഞ അന്ധത, കാഴ്ചയുണ്ടായിട്ടും കാണേണ്ടതിനെ കാണാത്ത അന്ധതയെ കുറിച്ചിട്ടാണ്. കാഴ്ചയില്ലാത്തൊരു മനുഷ്യന് ഈ ജീവിയുടെ വേദനയെ തന്റെ കാതുകൾ കൊണ്ട് ഒപ്പിയെടുക്കാൻ പറ്റും. അതാ എന്റെ പരിസരത്ത് എവിടെയോ എന്റെ സഹായം ആവശ്യമുള്ള ഒരു പ്രാണി കിടക്കുന്നു എന്ന ബോധ്യം ഒരുപക്ഷെ കണ്ണുള്ളവർ കൊടുക്കാത്ത 2 തുള്ളി വെള്ളം മരണത്തിനു മുമ്പ് ആ പ്രാണിക്ക് കൊടുക്കാൻ ഈ മനുഷ്യനെ സഹായിച്ചേക്കാം. എന്ന് പറഞ്ഞാൽ അന്ധതയെ നാം പരമ്പരാഗതമായി നിർവചിച്ചു വച്ചിരിക്കുന്ന അർത്ഥത്തിൽ ആത്മോപദേശ ശതകത്തിലെ അന്ധത എടുക്കരുത്. അന്ധതയ്ക്ക് ഈ കേവലമായ കാഴ്ച എന്ന് പറയുന്ന അർത്ഥമല്ല ഉള്ളത്. അഹം എന്ന വ്യവഹാരത്തിന്റെ ആസ്പദം ഒരിക്കലും ഇരുളല്ല. ഇരുട്ടിൽ നിന്ന് ആത്മം രൂപപ്പെട്ടു വരികയില്ല. കറുപ്പിൽ നിന്നല്ല, അറിവില്ലായ്മയിൽ നിന്ന് ആത്മം രൂപപ്പെട്ടു വരികയില്ല. അജ്ഞാനമായിരുന്നെങ്കിൽ നാം പരസ്പരം അറിയാതെ ഇരിക്കുമായിരുന്നു. അറിവിൽ ഈ ഇരുട്ടാണ് അഹമെങ്കിൽ നാം എങ്ങനെ പരസ്പരം അറിയും? അതാണ് അതിന്റെ അർത്ഥം. ഇവിടെ അറിയാതിരുന്നിടേണമെന്ന് പറയണത് നാം അറിയാതിരിക്കുമായിരുന്നു എന്നെടുക്കണം. അഹം ഇരുളാണെങ്കിൽ എന്നെ നിങ്ങളെങ്ങനെ തിരിച്ചറിയും? നിങ്ങളെ ഞാനെങ്ങനെ തിരിച്ചറിയും? ഇതിനകത്ത് ഗുരു ഒരു കാര്യം കൂടെ പറയണുണ്ട്. അഹം ഇരുളല്ല, എന്നിട്ടും നമ്മൾ തമ്മിൽ തിരിച്ചറിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ അഹം ഇരുട്ടാണ്, താങ്കളുടെ അഹം ഇരുട്ടാണ്. ഈ അഹം എന്നത് വെളിച്ചമായി തീരണമെന്ന് അർത്ഥം. ഈ വെളിച്ചമായി തീരുമ്പോൾ മനുഷ്യർക്കിടയിലുള്ള ഭേദബുദ്ധി ഇല്ലാതായിത്തീരും എന്നർത്ഥം. ഇവിടെ മരിച്ചു പോകുന്ന പ്രാണിക്ക് ജലം കൊടുക്കണമെന്ന് ഈ മനുഷ്യനെ കൊണ്ട് തോന്നിച്ച ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യം കേവലമായ കാഴ്ചയിൽ നിന്ന് വരുന്ന വെളിച്ചമല്ല, അതിനപ്പുറത്ത് നിൽക്കുന്ന ആന്തരികമായ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ തീ കൂട്ടിയെടുക്കാൻ നാം
മതത്തെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകത്തിന്റെ 40-ാമത്തെ ശ്ലോകം മുതൽ മെല്ലെ മെല്ലെ പറഞ്ഞു വയ്ക്കുന്നു. അത് പറയുന്നതിന് മുൻപ് നാം എന്താണ് മതം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഒരുപാട് പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അത് ഡാനിയൽ ഡെന്നറ്റിന്റെ റിലീജിയൻ ആസ് എ നാച്ചുറൽ ഫിനോമിനൻ എന്ന പുസ്തകമാണ്. ലളിതമായി പറയാം, മതം ഒരാൾ ജനിച്ച് കുറച്ചു കഴിയുമ്പോൾ അയാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ് എന്ന വാദമുണ്ട്. മതം ഒരു തെറ്റിദ്ധാരണയാണ് എന്ന വാദമുണ്ട്. മതം പഠിപ്പിച്ചു കൊടുക്കുന്നതാണെന്ന വാദമുണ്ട്. മതം ആരോപിതമാണ് എന്ന വാദമുണ്ട്. പക്ഷേ ഡെന്നറ്റ് പറയണത് മതം ഒരു ചെടി വളരുന്നത് പോലെ നാച്ചുറലായി സ്വാഭാവികമായി മനുഷ്യ സമൂഹത്തിൽ വളർന്നു വന്നതാണ്. എൻ്റെ മതവിശ്വാസത്തിന് അടിസ്ഥാനമായിട്ടുള്ള സിംബലുകൾ, ചിഹ്നങ്ങൾ, മിത്തുകൾ, ദൈവസങ്കല്പം, അതിൻ്റെ സാഹിത്യമൊക്കെ എൻ്റെ അബോധ മനസ്സിൽ തന്നെ കിടപ്പുണ്ട്. അതിനെ ജ്വലിപ്പിക്കുക എന്ന പ്രക്രിയയാണ് മതപണ്ഡിതർ ചെയ്യുന്നത് എന്ന് സാമാന്യമായി ഡെന്നറ്റിനെ ഉദാഹരിച്ച് പറയാം. ഈ പുസ്തകം തുടങ്ങുമ്പോൾ ഡെന്നറ്റ് ഒരു കാര്യം പറയും. നിങ്ങൾ ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? അത് മുകളിലേക്ക് കയറും, താഴേക്ക് ഇറങ്ങിപ്പോകും, മുകളിലേക്ക് കയറും, താഴേക്ക് വീണു പോകും, എന്നിട്ട് അത് മണ്ടയ്ക്ക് കയറും. ഒരിക്കലെങ്കിലും ഉറുമ്പിനോട് പോയി ചോദിച്ചു നോക്ക്, ഉറുമ്പേ ഉറുമ്പേ, നീ എന്തിനാണ് ഇങ്ങനെ മുകളിൽ കയറിയിട്ട് താഴോട്ട് വീണു പോണത്? നീ വീണിട്ടും നീ പഠിച്ചില്ലല്ലോ, നീ എന്തിനാ മുകളിലോട്ട് കയറണത്? നമ്മൾ ചോദിക്കൂല കേട്ടോ, അതാണ് നമ്മുടെ അഹം. പക്ഷെ ഒരു കൊച്ചുകുട്ടി ഇത് ചോദിക്കും, ഉറുമ്പേ ഉറുമ്പേ, നീ എന്തിനാണ് ഉറുമ്പേ മുകളിലേക്ക് കയറിയിട്ട്? നീ വീണ് പോവേയല്ലേ, വീണ്ടും എന്തിനാണ് ഉറുമ്പേ നീ മുകളിലോട്ട് കയറുന്നത്? ഒരു ഉറുമ്പ് മറുപടി പറയാൻ കുട്ടി കാത്തിരിക്കും. അതാണ് കുട്ടിയുടെ നിഷ്കളങ്കത. ഈ നിഷ്കളങ്കതയെ ഇല്ലാതാക്കിയത് കൊണ്ടാണ് നമ്മളെ മുതിർന്നവർ എന്ന് ലോകം വിളിക്കുന്നത്. നേരെ മറിച്ച് ഈ നിഷ്കളങ്കത നമ്മളിൽ ഉണ്ടെങ്കിലോ, ഈ നിഷ്കളങ്കത ഒരു ഭ്രാന്താണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെ പിടിച്ച് ജയിലിലിട്ടല്ലോ പണ്ട് തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമര കാലത്ത്. പുള്ളിയെ പിടിച്ച് ജയിലിലിട്ടു. ഇത് അടൂർ ഗോപാലകൃഷ്ണൻ മതിലുകൾ ആവിഷ്കരിച്ചപ്പോൾ അതിഗംഭീരമായി ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മതിലുകൾ ആവർത്തിച്ച് കാണുന്നതിന് എന്നെ പ്രേരിപ്പിക്കുന്നത്, അതിൽ വൈക്കം മുഹമ്മദ് ബഷീർ ചെടികൾ നടുന്നത്, റോസാപ്പൂക്കൾക്ക് വെള്ളമൊഴിക്കുന്നത്, ഈ ചെടികളോട് വർത്തമാനം പറയുന്നതൊക്കെ കാര്യമാണ്. ഒരിക്കൽ അടൂർ സാറ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രസന്റേഷൻ വന്നപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ, ആ സിനിമയിൽ എനിക്ക് ഈ മുഹൂർത്തം, എസ്പെഷ്യലി അടൂർ എന്ന റൈറ്റർ ജയിലിന് പുറത്തിറങ്ങി നിൽക്കുന്നു. അപ്പോൾ ഒരു അണ്ണാൻ അവിടെ ഇരുന്ന് ചെലയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ റൈറ്റർ അണ്ണാനോട് ചോദിക്കണം, എന്താടാ കള്ള ബെടുക്കൂസേ എന്നെ നോക്കി നീ ചിലയ്ക്കുന്നത്? ഇത് നമ്മുടെ സാമാന്യ ബോധം വെച്ച് നമ്മൾ പറയും ഇവന് ഭ്രാന്താണ്. പക്ഷെ ഇതൊരു പ്രകൃതി ഭാഷണമാണ്. ഒരു ജീവി മറ്റൊരു ജീവിയോട് സംസാരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടി ഉറുമ്പിനോട് ചോദിക്കുകയാണ്, ഉറുമ്പേ ഉറുമ്പേ, നീ എന്തിനാണ് ഇങ്ങനെ വീണിട്ടും കയറിപ്പോകുന്നത് ഉറുമ്പേ? അപ്പോൾ ഉറുമ്പിന് മറുപടി പറയാൻ കഴിയുമെങ്കിൽ ഉറുമ്പ് പറയാൻ പോണ മറുപടി എന്താണെന്ന് അറിയാമോ? എനിക്കറിഞ്ഞൂടാ കേട്ടോ, ഞാൻ ഇങ്ങനെ കയറുന്നു, ഞാൻ ഇങ്ങനെ വീഴുന്നു. അപ്പോ നാറാണത്ത് ഭ്രാന്തനോട് ചോദിക്കുന്നു, നാറാണത്ത് ഭ്രാന്ത, അങ്ങ് എന്തിനാണ് ഈ കല്ല് കഷ്ടപ്പെട്ട് ഉരുട്ടി മണ്ടയ്ക്ക് കയറ്റിയിട്ട് ഈ കല്ല് താഴോട്ട് വീണിട്ടും വീണ്ടും മണ്ടയിലേക്ക് ഉരുട്ടുന്നത്? അപ്പൊ അതിബുദ്ധിമാനാണ് നാറാണത്ത് ഭ്രാന്തനെങ്കിൽ പുള്ളി പറയും, ഞാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്ന ബുദ്ധി കുട്ടി ഇതിനേക്കാൾ ബുദ്ധിമാനാണ് ചോദിക്കുക, അണ്ണാ അങ്ങനെയാണ് ഒരു തവണ ഉരുട്ടി കയറ്റിയാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് താഴോട്ട് വരുമെന്ന്, പിന്നെന്തിനാണ് വീണ്ടും വീണ്ടും ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്? ഉറുമ്പ് പറയണ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ഞാൻ വീഴുന്നു, ഞാൻ എണീറ്റ് പോകുന്നു. ഡെന്നറ്റ് പറയണത് ഈ ഉറുമ്പ് ഈ ചെടിയുടെ മണ്ടയിലേക്ക് കയറുന്നത് പ്രകൃതിയെ മുകളിൽ നിന്ന് നോക്കാനല്ല, അതിന് ഏറ്റവും നല്ല ഭക്ഷണം എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ ഇണയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ഉറുമ്പിനെ അറിഞ്ഞൂടെ ഇത് എന്തിനാണ് കയറുന്നത്, വീഴുന്നത്, വീണ്ടും കയറുന്നത്. ഈ ഉറുമ്പിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് ആ ഉറുമ്പിന്റെ തലയിലിരിക്കുന്ന ഒരു സാധനമാണ്. അതൊരു വിരയാണ്, ഒരു ലാൻസെറ്റ് ലിവർ ഫ്ലൂക്ക് എന്നറിയപ്പെടുന്ന ഒരു തരം ചെറിയ കൃമിയാണ്. ഈ കൃമി പശുവിൻ്റെയും ആടിൻ്റെയും ഒക്കെ ഉദരത്തിൽ വളരുന്ന ഒരു തരം സൂക്ഷ്മജീവിയാണ്.
ഈ സൂക്ഷ്മജീവി ഈ ഉറുമ്പിന്റെ തലച്ചോറിൽ കയറിയിരുന്നിട്ട് ഈ ഫ്ലൂക്ക് പ്രവർത്തിപ്പിക്കുകയാണ്. നീ അങ്ങോട്ട് പോ, നീ ഇങ്ങോട്ട് പോ. എന്നിട്ട് ഡെന്നറ്റ് ഒരു താരതമ്യം പറയും, ഞാൻ കുറച്ചുകൂടെ കടുപ്പിച്ച് പറയുക. ഈ ഫ്ലൂക്ക് നമ്മുടെ തലച്ചോറിൽ ഇരിപ്പുണ്ട്, അതിന്റെ പേരാണ് മതം. എന്തിനിത് ചെയ്യുന്നു എന്ന് നമുക്കറിഞ്ഞൂടാ. നമ്മളോട് നീ എന്തിനത് ചെയ്യുന്നു, നീ എന്തിന് ഈ മതത്തിലെ ആളായി? എനിക്കറിഞ്ഞൂടെ. എൻ്റെ അപ്പൻ ആ മതത്തിലായിരുന്നു, അമ്മ ആ മതത്തിലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ മതത്തിലെ. അതൊരു ആൻസറാണോ? അങ്ങനെയാണെങ്കിൽ നിന്റെ അപ്പനും അമ്മയും ഇന്ന മതത്തിൽ ജനിച്ചു പോയത് കൊണ്ട് നിനക്ക് ഈ മതത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് എന്തിനു നീ വിചാരിക്കുന്നു? അപ്പോ ഗുരു അധ്യക്ഷനായിരുന്നു കൊണ്ട് ഇപ്പൊ ഈ 2024 100 വർഷം മുമ്പ് 1924 ഒരു സർവമത സമ്മേളനം നടന്നല്ലോ. ആ സർവമത സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഗുരുവിന് മുന്നിൽ നിന്ന് സ്വാഗതം പറഞ്ഞ സത്യവ്രത സ്വാമികൾ തന്റെ പ്രഭാഷണത്തിൽ ഒരു കാര്യം പറഞ്ഞു. രാമന്റെ മതം രാമനും കൃഷ്ണന്റെ മതം കൃഷ്ണനും തീരുമാനിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മതബോധം വളർന്നു വരേണ്ടതുണ്ട്. ഞാൻ എന്തിന് ഇന്ന മതത്തെ സ്നേഹിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ആ മതത്തിന്റെ പ്രമാണത്തെ പിന്തുടരുന്നു എന്ന് പറയാൻ കഴിയുന്ന വിവേകം ഒരാൾക്കുണ്ടായി വരേണ്ടതുണ്ട്. ആ വിവേകമുണ്ടാകണമെങ്കിൽ സ്വാമി പറയുന്ന ഒരു കാര്യം, മറ്റു മതങ്ങളോടുള്ള വിദ്വേഷത്തോടു കൂടി ഒരിക്കലും നമുക്ക് നമ്മുടെ മതത്തെ, ആരുടെ മതമായാലും ഒരാളുടെ മതത്തെ ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. എനിക്ക് മറ്റൊരാളോട് വിദ്വേഷമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ വിദ്വേഷത്തിന്റെ രോഗാണു എൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എനിക്ക് എന്നോടും വിദ്വേഷമുണ്ടാക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, മതമേതായാലും മനുഷ്യർ നന്നായാൽ മതി. ഇത് ഡെനറ്റിന്റെ വാദമാണെങ്കിൽ മതത്തെ സംബന്ധിച്ചിട്ടുള്ള വലിയ ഫിലോസഫേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യം, റിലീജിയൻ ഈസ് നോട്ട് മിയർലി ആൻ അൺകോൺഷ്യസ് റിയാക്ഷൻ, but it is rather a response and adjustment to the unconscious along with the adjustment to the world and society. ഇത് ഒരാളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന ഒരു കാര്യം മാത്രമല്ല, ഏത് വ്യക്തിയുടെയും സാമൂഹിക ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണ്. സാമൂഹിക ജീവിതത്തിൽ മതം പ്രതിഫലിക്കും, സാമൂഹിക ജീവിതത്തിൽ മതം പ്രവർത്തിക്കും. അതുകൊണ്ട് ഓരോ വ്യക്തികളും അവരവരുടെ മതത്തെക്കുറിച്ച് മാത്രമല്ല ഇതര മതങ്ങളെക്കുറിച്ചുകൂടി മനസ്സിലാക്കുന്ന ഒരു ശക്തിവിശേഷമുണ്ടാക്കി എടുക്കണം എന്ന് അർത്ഥം. ഈ ഉയർന്ന ബോധമുണ്ടല്ലോ, ഈ ഉയർന്ന ബോധത്തെ പറയുന്ന കൃതിയാണ് ആത്മോപദേശ ശതകം. അതുകൊണ്ട് 40ാമത്തെ സ്റ്റാൻസ മുതൽ 50ാമത്തെ സ്റ്റാൻസയിൽ അവസാനിക്കുന്ന ഒരു സംഗതി അല്ല ആത്മോപദേശ ശതകത്തിലെ മതവിചാരം. ഇതെന്തുകൊണ്ട് പറയുന്നു എന്നാൽ, ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് ഒരു ടൂൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കാൻ ഇസ്ലാം മതത്തിലെ ഹദീസുകളും ഖുർആനും, ഹിന്ദു മതത്തെക്കുറിച്ച് പഠിക്കാൻ അതിലെ വേദാന്ത സാഹിത്യത്തെക്കുറിച്ചിട്ടുള്ള ബോധം, ക്രിസ്തു മതത്തെക്കുറിച്ച് പഠിക്കാൻ ബൈബിൾ വ്യാഖ്യാനങ്ങൾ. ഈ പറയുന്ന ഡയമെൻഷനിൽ മാത്രമേ ഉള്ളൂ. തെറ്റാണത്. മതത്തെ പല തലങ്ങളിൽ പഠിക്കാൻ പറ്റും. അതിലൊന്നാമത്തേതാണ് കമ്പാരറ്റീവ് റിലീജിയൻ. മതങ്ങളെ താരതമ്യപ്പെടുത്തി പഠിക്കണം. ഞാൻ ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ്. ഞാനിപ്പം ഉപനിഷത്തിനെ കുറിച്ചിട്ടല്ലേ സംസാരിക്കുന്നത്. ഞാൻ ചിദംബര ക്ഷേത്രത്തിൽ പോയിരുന്നിട്ട് ചിദംബരനാഥന് സ്തുതി അർപ്പിക്കുന്ന മണിനാഥം കേൾക്കുന്നതിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ശ്രീവാസുദേവാഷ്ടകം ചൊല്ലിയപ്പോൾ ഞാൻ അനുഭവിച്ച നിർവൃതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണല്ലോ ആളുകൾ കുറെ പേര് കേട്ടത്. കർത്താവിനെ കുരിശിലേറ്റിയതിൻ്റെ സെയിന്റ് മാർസലസിലെ ശില്പത്തെ മുന്നിൽ നിർത്തി ഫ്രാൻസിസ് പാപ്പ ആ ശില്പത്തോട് പ്രാർത്ഥിക്കുന്ന മുഹൂർത്തത്തെ പറഞ്ഞിട്ട്, കർത്താവെ, അപ്പ, നീ കാണുന്നില്ലേ മനുഷ്യർ ഇങ്ങനെ മരിച്ചു പോകുന്നത്? കോവിഡിന്റെ മഹാമാരി ഓരോരുത്തരെയും കൊലവിളിക്കുന്നത് നീ കാണുന്നില്ലേ അപ്പ? അച്ഛ എന്ന് വിളിക്കുക. അപ്പ, പിതാവേ, നീ ഇവരെ രക്ഷപ്പെടുത്തണമേ എന്ന് പറയും. ഫ്രാൻസിസ് പാപ്പ ഉർബിയത്തുർബിയിൽ കർത്താവിന്റെ തിരുസ്വരൂപത്തിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ ക്രിസ്തു മതത്തെ സംബന്ധിച്ചും ക്രിസ്തുദേവനെ സംബന്ധിച്ചിട്ടുമുള്ള സാമാന്യ ബോധം എൻ്റെ ഉള്ളിൽ ഉണ്ടാവണ്ടേ? ഞാൻ എൻ്റെ LP UP ക്ലാസുകൾ ജീവിച്ചു കൊണ്ടിരുന്ന ഘട്ടത്തിൽ ഞാൻ പഠിച്ചത് ഒരു ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മുറ്റത്താണ്. മാളോട്ട് ഭദ്രകാളി ദേവി ക്ഷേത്രം. അപ്പൊ അകത്ത് കാളിയമ്മ, ഒരു മതിൽക്കെട്ടില്ല, ക്ഷേത്രം. ആ സ്കൂളിലെ ടീച്ചറായിരുന്നു എൻ്റെ അമ്മ.
ഞാൻ വളരെ വൈകാരികമായി പറയാറുണ്ട്. ഒരു ദിവസം കുട്ടിക്കാലത്ത് ഞാൻ അമ്പലത്തിലേക്ക് വരുമ്പോൾ നല്ല പായസം കൊടുത്തുകൊണ്ടിരിക്കുക. എനിക്ക് കൊതി വന്നു. ഞാൻ ചെന്നിട്ട് ഒരു ഇലയിൽ ഈ പായസം വാങ്ങി. അതിങ്ങനെ കഴിക്കാൻ പോകുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ പിടിച്ചു, കഴിക്കരുത്, അത് നമ്മുടെ ദൈവത്തിന് ഇഷ്ടമല്ല, അള്ളാഹുവിന് അത് ഇഷ്ടപ്പെടില്ലെന്ന്. അത് ശരിയാവാം തെറ്റാവാം, അത് അയാളുടെ വ്യാഖ്യാനത്തിൽ. ഞാനിപ്പോഴും അതൊന്നും എടുക്കുന്നില്ല. എനിക്ക് ഒരു സന്ദേഹം വന്നു. സന്ദേഹം വരും, കുട്ടിയാണ്. എനിക്ക് സന്ദേഹം ക്ലിയർ ചെയ്യാൻ ദൂരോട്ട് പോകേണ്ടതില്ല. എൻ്റെ അമ്മ താഴത്തെ സ്കൂളിലെ ടീച്ചറാണ്, സാറിനൊക്കെ അറിയാം. ഞാൻ നേരെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഉമ്മ, ഞാൻ ഈ പായസം കഴിക്കാൻ എടുത്തപ്പോഴേ ഒരാൾ എന്നോട് പറയണം ഇത് കഴിക്കാൻ പാടില്ല, ഇത് തെറ്റാണ്, പടച്ചോന് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഉമ്മ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി എന്നെ വിളിച്ചിട്ട് വന്നിട്ട് ഈ സ്വാമീൻ്റെ അടുത്ത് നിന്ന്, പോറ്റിയുടെ അടുത്ത്. അപ്പൊ എൻ്റെ ഉള്ളിൽ ആ കുട്ടിക്കൊരു ഭയമുണ്ട്, ഇത് വന്നിട്ട് ഈ പോറ്റിയെ വഴക്ക് പറയാനാണ്, ഇവൻ എന്തിനു പായസം കൊടുത്തു. അപ്പൊ ഉമ്മ വന്നിട്ട് ആ പോറ്റീനോട് പറഞ്ഞു, എൻ്റെ കൊച്ചിനെ ഒരു തവി പായസം കൂടെ കൊടുക്കാമോ. എനിക്ക് ആ രംഗം ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ഈ പായസം അദ്ദേഹം ഒഴിച്ചു തരുന്നു, ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഞാൻ പിന്നെ കഴിക്കുന്നു. ഇതെവിടെന്നാണ് എൻ്റെ ഉമ്മാന് ഈ സ്പിരിച്വാലിറ്റി കിട്ടിയത് എന്ന് പിന്നീട് റീവിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എൻ്റെ ഉമ്മാനെ ആ ക്ഷേത്രത്തിന് മുന്നിലൂടെ താഴത്തെ സ്കൂളിൽ അധ്യാപികയായി കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ പിതാവാണ്. ആ പിതാവ് ഒരു ഖുർആൻ പണ്ഡിതനായിരുന്നു, ഒരുപാട് പേരെ പഠിപ്പിച്ച ഒരു ഉസ്താദായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹം ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെ നടന്നു വരുമ്പോ ഉമ്മാനോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, നല്ല സ്ഥലമാണിത്, ആരെയും നമ്മൾ നിന്ദിക്കരുത്, ദൈവവിശ്വാസത്തെ നിന്ദിക്കരുത്, ഇത് ഒരു ക്ഷേത്ര സന്നിധിയാണ്. ഈ മൂല്യബോധത്തെ തൻ്റെ മകൾക്ക് പറഞ്ഞുകൊടുത്ത പിതാവിൽ നിന്ന് ആ മകൾ അവരുടെ മകനിലേക്ക് ഇത് സംക്രമിപ്പിക്കുകയാണ്. അതിനു പകരം പിതാവ് പുത്രനോട് നമ്മുടെ മതമാണ് ഏറ്റവും വലിയ മതം. കസാൻ സാക്കിസിന്റെ ആത്മകഥയിൽ പറയും, അമ്മ വിശ്വാസിയായ മാതാവ്, പിതാവാണെങ്കിലോ ഒരു ക്രിമിനലിന്റെ മൈൻഡുള്ള പിതാവ്. ആ പിതാവ് എല്ലാ രാത്രിയിലും പുത്രനോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, നമ്മുടെ വംശത്തെ ചുട്ടുകൊല്ലാൻ വരുന്ന നമ്മുടെ എതിരാളികളെ കൊല്ലുന്ന തരത്തിൽ നിന്റെ കൈകൾ ബലപ്പെടേണ്ടതുണ്ട്. എന്നിട്ട് ഈ പുത്രൻ അമ്മയുടെ അടുക്കിലേക്ക് ചെല്ലും. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കുന്നത്, മക്കളെ, സ്നേഹമാണ് ഏറ്റവും വലിയ മതം, നമ്മൾ ആരെയും വെറുക്കാൻ പാടില്ല. അപ്പനിപ്പുറത്ത് വിദ്വേഷം പഠിപ്പിക്കുന്നു, അമ്മ അപ്പുറത്ത് സ്നേഹം പഠിപ്പിക്കുന്നു. കസാൻഡിന്റെ ആത്മകഥയിൽ ഉജ്ജ്വലമായ ഒരു മുഹൂർത്തം, എതിരാളികൾ വന്ന് തന്റെ മതത്തിൽപ്പെട്ടവരെ, തന്റെ വംശത്തിൽപ്പെട്ടവരെ കൊല ചെയ്ത രാത്രിയിൽ അവരെല്ലാം പോയി കഴിഞ്ഞ് അപ്പൻ മകനുമായി പുറത്തിറങ്ങും. നടക്കുന്ന വഴിയിൽ തന്റെ വംശത്തിൽപ്പെട്ട ഒരാളെ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ആ തണുത്ത ശരീരം അവിടെ നിന്ന് ആ ശവം ആടുന്നു. അപ്പൻ മകനോട് പറയുന്നുണ്ട്, കണ്ണു തുറന്ന് നീ ഇതിനെ കാണും. മകനെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന ആ ശവത്തിലേക്ക് കൈ തൊട്ടിട്ട് തണുപ്പിനെ നീ അറിയും. ഇതെന്തിനാണ് എന്ന് പുത്രന് മനസ്സിലാവുന്നില്ല. അപ്പൻ ഉറപ്പിക്കുകയാണ്, ഞാനിതാ ഇവന് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതര മതത്തോടുള്ള, ഇതര വംശത്തോടുള്ള വെറുപ്പ് ഞാനിതാ ഇവനിൽ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇവൻ എന്നെക്കാൾ വലിയ വിദ്വേഷിയായി മാറും. പക്ഷെ ആ സന്ദർഭത്തിലും കുട്ടിയുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നത് എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്ന സ്നേഹമാണ് ഏറ്റവും വലിയ പാഠം എന്ന മൂല്യമാണ്. അതുകൊണ്ട് എന്തായി, കസാൻ സാക്കിസ് ലോകമറിയുന്ന ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായി മാറി. അദ്ദേഹം ക്രിസ്തുവിനെയും ബുദ്ധനെയും കുറിച്ച് നോവൽ എഴുതുന്ന ഏറ്റവും വലിയ എഴുത്തുകാരനായി മാറി എന്ന് മാത്രമല്ല, സോർബ ദ ഗ്രീക്കിൽ ഒരു സന്ദർഭം അദ്ദേഹം ആവിഷ്കരിക്കും. ഒരു കപ്പൽ യാനത്തിൽ വെച്ച് സോർബ എന്ന വൃദ്ധനെ എഴുത്തുകാരൻ കണ്ടുമുട്ടുന്നു. ക്രീറ്റിലേക്കുള്ള യാത്രയിലായിരിക്കണം. നിങ്ങളുടെ പേരെന്താണ്? അയാൾ മറുപടി പറയുന്നില്ല. ആ കപ്പലിനുള്ളിലെ ചെറിയ റെസ്റ്റോറന്റിൽ വെച്ച് പരിചയം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ മറുപടി പറയുന്നില്ല.
കുറെ കഴിഞ്ഞിട്ട് കടലിലെ ഡോൾഫിനുകൾ നീന്തി തുടിക്കുന്നത് കണ്ടു നിൽക്കുന്ന റൈറ്റർക്കരികിലേക്ക് അയാൾ വന്നിട്ട് പറയും, ഡോൾഫിനുകൾ, ഡോൾഫിനുകൾ, നിങ്ങൾ എന്നോട് നേരത്തെ ചോദിച്ചില്ലേ എന്റെ പേരെന്താണെന്ന്? എന്റെ പേര് സോർബ. സോർബ എന്ന പേര് പറയുന്ന മനുഷ്യന്റെ ഒരു വിരൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് കസാൻഡ്ര കണ്ടു. നിങ്ങളുടെ ഈ ഒരു വിരൽ എവിടെ പോയി എന്ന ചോദ്യം. സോർബ മറുപടി പറയുന്നില്ല. തെല്ലുനേരം കഴിഞ്ഞ് ഇതുപോലെ അവിചാരിതമായ ഒരു വർത്തമാനത്തിനിടയിൽ സോർബ റൈറ്ററോട് പറയും, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ എന്റെ ഈ വിരലിന് എന്ത് സംഭവിച്ചു? ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ പണിയും ചെയ്യുന്നയാളാണ്. ഞാൻ വിറകെടുക്കും, വണ്ടി ഓടിക്കാൻ പോകും, ചുമടെടുക്കും, പാത്രപ്പണി ചെയ്യും. ഒരിക്കൽ ഞാനൊരു കുശവന്റെ പണി ചെയ്യുകയായിരുന്നു. അപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കലമുണ്ടാക്കുകയാണ്. ഈ കലമുണ്ടാക്കുന്നതിനിടയിൽ എനിക്ക് തോന്നി, ഇനി കലമുണ്ടാക്കുന്നത് നിർത്തിയിട്ടൊരു പക്ഷിയെ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ പക്ഷിയെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ ചെളിയെ പക്ഷിയുടെ രൂപത്തിലേക്ക് കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ മണ്ണ് വീണ്ടും കുടമായി മാറി. ഞാൻ വീണ്ടും പക്ഷിയിലേക്ക് വരുന്നു, ഇത് വീണ്ടും കുടമാകുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പക്ഷിയെ ഉണ്ടാക്കണമെന്ന എൻ്റെ ആഗ്രഹത്തിന് വിഘാതം നിൽക്കുന്നത് ഈ വിരലാണ്. എനിക്ക് ദേഷ്യം വന്നിട്ട് അടുത്ത് കണ്ടൊരു വെട്ടുകത്തി എടുത്തിട്ട്, ഒരു കോടാലി എടുത്തിട്ട് ഞാൻ ഈ വിരലങ്ങ് ഛേദിച്ച് കളഞ്ഞു. ഇതിന്റെ പേരാണ് സ്വാതന്ത്ര്യമെങ്കിൽ, ഇതിന്റെ പേരാണ് കലാപരമായ സൗന്ദര്യബോധമെങ്കിൽ, ഈ വിരലിനെ ഛേദിക്കുന്ന അക്രമത്തെ അല്ല കസാൻഡ്ര കണ്ടത്, ആ പ്രക്രിയയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്റെ സ്വാതന്ത്ര്യത്തെയാണ്. ഈ സൂക്ഷ്മബോധം അസാമാന്യമായി അടച്ചു വച്ചിരിക്കുന്ന ഒരു വലിയ മേഖലയാണ് ഏതു മതവും. അത് ഏതു മതവും ആയിക്കൊള്ളട്ടെ, അത് ഹിന്ദുധർമ്മമായിക്കൊള്ളട്ടെ, അത് ക്രിസ്തുധർമ്മമായിക്കൊള്ളട്ടെ, ബൗദ്ധധർമ്മമായിക്കൊള്ളട്ടെ, ജൈനധർമ്മമായിക്കൊള്ളട്ടെ. അനുകമ്പാ ദശകത്തിലെ ജൈന ഭഗവാനെ കുറിച്ചിട്ടുള്ള വീര്യവാൻ എന്ന പ്രയോഗം വായിച്ചിട്ടാണ് ചിതറാൾ ക്ഷേത്രത്തിലെ പാറയിൽ കൊത്തിവെച്ചിരിക്കുന്ന ജൈന ഭഗവാന്റെ ആ വീരശില്പത്തെ ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായി ഒരു സന്ധ്യയ്ക്ക് ചിതറാൾ ക്ഷേത്രം കയറാൻ പോയി. ആ പാറയിൽ അസ്തമയ സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ജൈന ഭഗവാന്റെ ശില്പത്തെ നമുക്ക് കാണാം. ഒരു 2 ഡയമെൻഷണൽ ശില്പം അവിടെ കൊത്തിവെച്ചിരിക്കുന്നു. ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ശ്രീനാരായണൻ പറഞ്ഞ വാക്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഇതാ, ഭഗവാന്റെ കണ്ണിൽ വീര്യം തിളങ്ങുന്നു. ഒരു ശില്പത്തിനുള്ളിൽ അമർത്തി വച്ചിരിക്കുന്ന വീര്യത്തെ ജനതയുടെ വീര്യമാക്കി മാറ്റിയെടുത്ത ജൈനബോധത്തെ സ്പർശിക്കാൻ ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞതിന് കാരണം ജൈനമതത്തോടുള്ള അദ്ദേഹത്തിന്റെ ആദരവാണ്. ആ ആദരവ് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ മതവിദ്വേഷം ഇല്ലാതിരിക്കണം. ക്രിസ്തുവിനെ കാണാൻ കഴിയണമെങ്കിൽ ക്രിസ്തുധർമ്മത്തോട് വിദ്വേഷമില്ലാതിരിക്കണം. ആ അർത്ഥത്തിൽ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പഠിക്കപ്പെടുന്ന ഒരു മേഖലയാണ് റിലീജിയൻ, മതം. കമ്പാരറ്റീവ് റിലീജിയൻ, മതങ്ങളെ താരതമ്യപ്പെടുത്തി പഠിക്കുക. ദൈവവിജ്ഞാനീയത്തിന്റെ തിയോളജി എന്നറിയപ്പെടുന്ന മേഖല, റിലീജിയസ് ഹിസ്റ്ററി, മതചരിത്രം. ഇതൊക്കെ ഞാൻ മേഖലകളായിട്ട് പറയുമ്പോൾ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചില്ലറക്കാരല്ല എന്ന് കൂടി മനസ്സിലാക്കണം. ഇപ്പോ തോമസ് അക്വിനാസ്, തിയോളജിയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലോക പ്രശസ്തനായ ചിന്തകൻ തോമസ് അക്വിനാസ്, കാൾ ബാർത്ത്. അക്വിനാസിന്റെ ഒരു പ്രയോഗമുണ്ട്, നിങ്ങളുടെ മതബോധം, നിങ്ങളുടെ ആത്മീയത ആരോഗ്യമുള്ളതാണോ എന്നറിയാൻ ആ ആത്മീയതയിൽ ആത്മവീര്യം, ധൈര്യം, മൂർത്തിയോടുള്ള ഭക്തി, സത്യസന്ധത എന്നിവ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി എന്ന് അക്വിനാസ് പറയും. റിലീജിയസ് ഹിസ്റ്ററിയുടെ മേഖലയിൽ മതങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുക. അറേബ്യയിൽ നിന്ന് ഇസ്ലാം മതം വളർന്ന് യൂറോപ്പിലേക്ക് എത്തിയതിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുക. അറേബ്യയിൽ നിന്ന് വന്നിട്ട് ഇന്ത്യയിൽ വ്യാപിച്ചതിനെ കുറിച്ച് പഠിക്കുക. ശ്രീനാരായണ ഗുരു ഒരു മതം എന്ന സങ്കല്പം പറയുമ്പോൾ ഗുരു പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ചല്ല ഞാൻ ഒരു മതം എന്ന് പറയുന്നത്. മതമേകം അനിന്ദിതം എന്ന് പറയുമ്പോഴും
എല്ലാ മതങ്ങളിലെയും സ്വീകരിക്കാവുന്ന മൂല്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഒരു ദർശനത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒരു മതം, ഒരു ജാതി, ഒരു മതം. അപ്പോ ഹിന്ദുധർമ്മത്തിൽ നിന്ന് സ്ഥിതിയുടെ മൂല്യം നമുക്കെടുക്കാം, ക്രിസ്തുധർമ്മത്തിൽ നിന്ന് സ്നേഹമെടുക്കാം, ഇസ്ലാം മതത്തിൽ നിന്ന് സാഹോദര്യത്തെ എടുക്കാം. എത്ര സൂക്ഷ്മമായിട്ടാണ് ഗുരു അതിനെ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ഓർക്കണം. നബി ജനിക്കുന്ന കാലത്ത് ഇസ്ലാം മതം അറേബ്യയിൽ പ്രചരിക്കുന്നതിന് മുൻപ് വരെ അവിടെ ഗോത്രങ്ങൾ തമ്മിൽ കലഹിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ കണ്ടാൽ യുദ്ധം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ പരസ്പരം തല്ലുന്ന ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ സാഹോദര്യബോധത്തെ പറഞ്ഞുകൊണ്ട് അറേബ്യയെ മുഴുവൻ ഒരൊറ്റ ജനതയാക്കി തീർക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ഒരു കരണത്തടിക്കുന്നയാളിന് മറുകരണവും കാട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞ കർത്താവിൽ പ്രവർത്തിക്കുന്നത് രോഗിയോട് കാണിക്കുന്ന ദീനതയാണ്, അത് സ്നേഹമാണ് എന്ന് പറഞ്ഞു. ഇത് മതങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ എന്തിനിത് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഈ കമ്പാരിറ്റീവ് റിലീജിയനോ തിയോളജിയോ റിലീജിയസ് ഹിസ്റ്ററിയോ ഒന്നും മനസ്സിലാക്കാതെ, സ്വന്തം മതത്തെക്കുറിച്ച് പോലും മനസ്സിലാക്കാതെ പരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ലോകം മുഴുവൻ എന്ന് വർദ്ധിച്ചിരിക്കുന്നു. തന്റെ മുന്നിൽ കാണുന്ന മനുഷ്യരെ അവരുടെ മതവിശ്വാസത്തിന്റെ പേരിൽ ക്രുദ്ധിക്കുന്ന തരത്തിൽ അങ്ങേയറ്റം വിദ്വേഷ സങ്കുലിതമായ ഒരു സാഹചര്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിനും ഗുരു പറഞ്ഞ മതദർശനങ്ങൾക്കും എന്തുമാത്രം പ്രസക്തിയുണ്ട്, അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരു വാദഗതിയാണ് ഞാൻ ഈ പറയുന്നതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കാര്യം. ഇങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ഫിലോസഫി ഓഫ് റിലീജിയൻ, സൈക്കോളജി ഓഫ് റിലീജിയൻ, യുങ്ങിനെ പോലെ, ഫ്രോയിഡിനെ പോലെ, വില്യം ജെയിംസിനെ പോലെ, അബ്രഹാം മാസ്ലോവിനെ പോലെയുള്ള അനേകം പണ്ഡിതന്മാർ പ്രവർത്തിച്ച ഒരു മേഖലയുടെ സൂക്ഷ്മമായ പരിചയം, മതബോധം ആത്മോപദേശ ശതകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനത്തെ ഉപസംഹരിക്കാം. മതങ്ങൾ ഇങ്ങനെ സൂക്ഷ്മ പഠനങ്ങൾക്ക് വിധേയമാകുന്നു. ഈ സമീപനമാണ് അറിവിന്റെ ശക്തി അനന്തമാണ് എന്ന് ആത്മോപദേശ ശതകത്തിൽ പറയുന്നതിന് ആസ്പദം. അറിവിന് ശക്തി അനന്തമുണ്ട്. ഇതെല്ലാം അറുതിയിടാം സമ അന്യ എന്നിവണ്ണം ഇരുപിരിവായി ഇതിൽ അന്യസാമ്യമാർന്നുള്ളൊരുവിലമർന്ന് തെളിഞ്ഞ് ഉണർന്നിടേണം. നമുക്ക് അറിവിനെ രണ്ടായി തിരിക്കാമല്ലോ. സാമ്യയെന്നും വിഷമമെന്നും നമുക്ക് രണ്ടായി തിരിക്കാമല്ലോ. ഇതിലെ അന്യയെ സമയിൽ ചേർത്ത് ഉരുവിൽ അമർത്തി തെളിഞ്ഞ് ഉണർന്നിടേണം. ഇതാണ് ഗുരുവിന്റെ ഫിലോസഫി. ഒന്നിനോടും ഭേദബുദ്ധി പാടില്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടൊന്ന് മാത്രമല്ല, ഒരു മതവിശ്വാസിക്ക് മറ്റൊരു മതവിശ്വാസിയോടൊന്ന് മാത്രമല്ല, മതം കൊണ്ട് മാത്രമേ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്ന വാദത്തോടും ഗുരു കലഹിച്ചിട്ടുണ്ട്. മതമില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ലേ? ഗുരു ചോദിച്ചിട്ടുണ്ട്. മതമില്ലാതെ ജീവിക്കാമെന്ന് തെളിയിച്ച ആളാണ് സഹോദരൻ അയ്യപ്പൻ. ദൈവവിശ്വാസമില്ലാതെ ഞാൻ ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ചയാളാണ് സഹോദരൻ അയ്യപ്പൻ. വൈക്കം സത്യാഗ്രഹ സന്ദർഭത്തിൽ ഉയരുന്ന കൈകൾക്ക് പാടാൻ മനുഷ്യബോധ്യത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എഴുതിക്കൊടുത്ത ആളാണ് സഹോദരൻ അയ്യപ്പൻ. ആ സഹോദരൻ അയ്യപ്പന് മതബോധം ഉണ്ടായിരുന്നില്ല. മതവിശ്വാസം കൊണ്ട് മാത്രമേ ഒരാൾ ഭൂമിയിൽ ജീവിക്കുകയുള്ളൂ, വിജയിക്കുകയുള്ളൂ, ദൈവത്തെ സ്പർശിക്കുകയുള്ളൂ, ആത്മീയതയെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന വാദം ബാലിശമാണ് എന്നുകൂടി ഗുരു വിശ്വസിച്ചിരുന്നു. ഗുരു പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിവിന്റെ രണ്ടു പിരിവുകളായ അന്യ സമ എന്നിവയെ നാം തിരിച്ചറിയുകയും ഈ അന്യയെ സമയോട് സംയോജിപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ അറിവിനെ വികസിപ്പിക്കുകയും വേണം എന്നതാണ്. വിഷമതയാർന്നെഴും അന്യവെന്നുകൊള്ളുവാൻ വിഷമമഖണ്ഡ വിവേകശക്തി എന്നെ വിഷമയവെന്നതിനാൽ വിവേകമാകും വിഷയവിരോധിനിയോടണഞ്ഞിടേണം. അന്യ എന്ന അറിവിന്റെ ശക്തിയെ പൂർണമായ വിവേകശക്തി കൊണ്ടല്ലാതെ ജയിക്കുക സാധ്യമല്ല. അന്യ എന്ന
ആ അറിവിന്റെ ദൗർബല്യത്തെ വിവേകം കൊണ്ട് വിജയിക്കണം എന്ന് പറഞ്ഞാൽ മതവിദ്വേഷത്തെ പരാജയപ്പെടുത്താൻ മതങ്ങളെക്കുറിച്ച് പഠിക്കുക മാത്രമേ ഉള്ളൂ വഴി. അത് മാത്രമേ ഉള്ളൂ വഴി. ഞാൻ ഈ പായസം കുടിച്ച കഥ പറഞ്ഞത് കേവലമായിട്ടല്ല. ഇതുപോലെയുള്ള സമ്മർ വെക്കേഷൻ സമയത്ത് അമ്മ സ്കൂളിൽ വരും. ഈ സ്കൂളിലൊന്നും ഒരു കുട്ടികളുമില്ല, ഒറ്റ കുട്ടികളുമില്ല. അപ്പോ അമ്മയുടെ കൂടെ വരുന്ന ഞാൻ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിൽ പോയി നിന്നിട്ട് ദേവിയുടെ മുന്നിൽ ഈ ആളുകൾക്ക് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബാറില്ലേ, സ്റ്റീൽ ബാർ, ആ സ്റ്റീൽ ബാറിൽ തൂങ്ങിക്കളിക്കുകയാണ് എൻ്റെ ജോലി. അപ്പൊ അവിടുത്തെ ആൽമരമുണ്ട്. ഈ ആൽമരത്തിൽ തൂങ്ങി ആടലാണ് അടുത്ത ഹോബി. ഇന്നിപ്പോ എത്ര കുട്ടികൾക്ക് അത് കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് ആവോളം ആസ്വദിച്ചു. അകത്താര് പുറത്താരെന്നുള്ളത് എൻ്റെ പ്രശ്നമേ അല്ല. സ്റ്റീൽ ബാറിൽ തൂങ്ങിക്കളിക്കുക, ആൽമരത്തിൽ തൂങ്ങിയാടുക എന്നുള്ളതാണ് എൻ്റെ ഹോബി. ഈ ഹോബിയുടെ സന്ദർഭത്തിൽ ഒരാളും എന്നെ തടയാൻ വന്നിട്ടില്ല, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ടില്ല. ഈ സ്റ്റീൽ ബാറിലെ തൂങ്ങിയാട്ടം എനിക്ക് എന്ത് തന്നു എന്ന് ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, എനിക്ക് കാളിദാസനെ തന്നു ആ തൂങ്ങിയാട്ടം എന്നതാണ്. ഇതെങ്ങനെയെന്നാൽ കാളിദാസന്റെ കഥയിലൊരു ഉപമയുണ്ടല്ലോ, അകത്താര് അകത്ത് കാളി, പുറത്താര് പുറത്ത് ദാസൻ. സത്യത്തിൽ ഈ സ്റ്റീൽ ബാറിൽ തൂങ്ങുമ്പോൾ അകത്താര് അകത്ത് കാളിയമ്മ, പുറത്താര് പുറത്ത് സിദ്ദീഖ്. അത് ഇന്ന് ഞാൻ ഓർക്കുക. ഞാൻ കാളിദാസനാണെന്നല്ല കേട്ടോ, കാളിദാസൻ ആര്, ഞാനാര്. പക്ഷെ അകത്ത് കാളി പുറത്ത് ദാസൻ. ഈ പ്രമേയത്തെ കാളിദാസ കഥയിൽ നിന്ന് വായിക്കുമ്പോ ഞാൻ ചെന്ന് തൊട്ടത് എൻ്റെ കുട്ടിക്കാലത്തെ ഈ ഓർമ്മയിലാണ്. ഞാൻ ജീവിച്ചു വളർന്ന പട്ടാഴി അമ്പലത്തിലെ ഇരുമുടിക്കെട്ടെടുത്തു പോകുന്ന ഉത്സവത്തിന്റെ മുറ്റത്ത് ഞാൻ നിൽക്കുമ്പോൾ പട്ടാഴി അമ്മയെ കാണുന്ന എൻ്റെ ഉള്ളിൽ ആ ദേവീ ചൈതന്യത്തിന്റെ അറിവ് ഞാൻ അറിയാതെ ഇങ്ങനെ കടന്നു വരികയാണ്. ക്രിസ്മസിന് പട്ടാഴിയിലൂടെ നടന്നു പോകുമ്പോൾ അങ്ങ് ആറാട്ടുപുഴ പള്ളിയിൽ നിന്ന് വരുന്ന ക്രിസ്തുദേവന്റെ ശരീരത്തിന്റെ വരവ് ആ കൂട്ടത്തിലൊന്നാക്കി എന്നെയും മാറ്റുകയാണ്. കുമാരനാശാന്റെ ചണ്ടാലഭിക്ഷുകി വായിക്കുമ്പോൾ ബുദ്ധഭഗവാൻ പ്രസേനജിത്ത് രാജാവിന്റെ മുന്നിൽ നിന്ന് ആശ്രമത്തിലേക്ക് സന്യാസം സ്വീകരിച്ചു വന്ന മാതങ്കിയെ ആശ്രമത്തിൽ വെച്ച് വധശിക്ഷ ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്ന ജനങ്ങളുടെ വക്കാലത്തെടുത്തുകൊണ്ട് വരാൻ രാജാവെ അങ്ങേക്ക് നാണമില്ലേ എന്ന് ബുദ്ധഭഗവാൻ ചോദിക്കുന്നു. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് രാജനീതിയെ പരിപാലിക്കേണ്ട അങ്ങ് അവൾക്കെതിരെ എന്നോട് വർത്തമാനം പറയുന്നത്? ബുദ്ധൻ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ചണ്ടാലിതൻ മെയ് ദ്വിജന്റെ പിണ്ടത്തിന് ഊഷരമാണോ? ഒരു ചണ്ടാലിയുടെ വയറ്റിൽ ഒരു ദ്വിജൻ പിറല്ലെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ബുദ്ധഭഗവാന്റെ ആ തത്വചിന്തയെ ചണ്ടാല ഭിക്ഷുകിയിൽ വായിച്ചറിയാൻ കഴിയുന്ന ബോധ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ മാതാപിതാക്കൾ എൻ്റെ തലച്ചോറിലേക്ക് മതവിദ്വേഷം തന്നില്ല. തന്നിരുന്നെങ്കിലോ എന്താകുമായിരുന്നു ഞാൻ ഈ മൈക്കിലൂടെ വിളിച്ചു പറയുന്നു? ആലോചിച്ച് നോക്കൂ. അവനെ കാണുമ്പോൾ അവനെ കൊല്ലണം, ആ ദൈവം നമ്മുടേതല്ല, അത് വേറെ ദൈവമാണ് എന്ന് പറയുന്ന ബോധ്യമാണ് എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഗുരുനാഥന്മാരും എനിക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താകുമായിരുന്നു? അങ്ങനെ പറഞ്ഞു തരാത്തത് കൊണ്ടുള്ള റിസൾട്ട് എന്തായെന്ന് ആലോചിച്ച് നോക്കൂ. ഈ റിസൾട്ട് ഉണ്ടാവാനല്ലേ സമൂഹം പരിശ്രമിക്കേണ്ടതെന്നാണ് ശ്രീനാരായണ ഗുരു വളരെ താഴ്ന്ന ശബ്ദത്തിൽ നമ്മളോട് ചോദിച്ചത്. അതാണ് ആത്മോപദേശ ശതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത മീമാംസ. കൂടെ ഗുരു ഒരു കാര്യം കൂടെ പറഞ്ഞു. പ്രിയമപരന്റെ അതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം, ഇപ്രകാരമാകും നയമതിനാലെ നരന്നു നന്മ നൽകും. ക്രിയം അപരക്രിയ ഹേതുവായി വരേൻ. ചുരുക്കത്തിൽ ഞാൻ എൻ്റെ പ്രിയമെന്ന് ആഗ്രഹിക്കുന്നത് അന്യർക്ക് കൂടി പ്രിയമായി വരേണം. എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ട വരി ഇതൊന്നുമല്ല. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. ഈ രണ്ട് വാക്ക് വളരെ പ്രധാനപ്പെട്ട. ഈ കൃപണൻ എന്ന വാക്ക് ഒരുപക്ഷെ മലയാള കവിതയിൽ അപൂർവമായി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിശുക്കൻ എന്നാണല്ലോ അർത്ഥം.
ഈ കൃപണൻ എന്ന് പറയുക മാത്രമല്ല ഗുരു ചെയ്തിട്ടുള്ളത്, അത് കഴിഞ്ഞുള്ളതാണ് രസം. കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന കർമ്മം അവർക്ക് വേണ്ടി മാത്രം. നേരെ മറിച്ച് അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നതോ. ഈ അപരർക്കു വേണ്ടിയിട്ടുള്ള പ്രയത്നം നിർവിഘ്നം ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപാലുക്കളായി നമ്മൾ മാറണമെന്നും നാം ഒരിക്കലും അധോമുഖരായ കൃപണരായി തീരരുതെന്നുമുള്ള ഫിലോസഫിയെക്കുറിച്ച് പറയുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഈ തത്വത്തെ ഒരുപക്ഷെ അത്രത്തോളം എത്താൻ പറ്റിയില്ലെങ്കിലും ഭഗവത്ഗീതയെക്കുറിച്ച് പറയുന്ന ദർശനത്തിനിടയിൽ മഹാത്മാഗാന്ധി പറയും, ദ മെസ്സേജ് ഓഫ് ഗീതയിൽ, വി ഡു ഇൻഡീഡ് നീഡ് സ്ട്രോങ് ഫെയ്ത്ത് ഇഫ് വി വുഡ് എക്സ്പീരിയൻസ് ദിസ് സുപ്രീം ബ്ലിസ്. എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം ദൈവത്തെ സ്പർശിക്കുക എന്ന പരമമായ ആനന്ദത്തെ അനുഭവിക്കാൻ നമുക്ക് ശക്തമായ വിശ്വാസം ആവശ്യമാണ്. എന്നിട്ട് ഗാന്ധി തുടരുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അല്പം പോലും വിഷമിക്കരുത്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിഷമിക്കരുത്. എല്ലാ ആശകളും ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇതാണ് എല്ലാ മതങ്ങളുടെയും തത്വം. ഇതാണ് ഗുരുവിന്റെ ഗാന്ധിയുടെ സെക്കുലറിസം. നിങ്ങൾ വിഷമിക്കരുത്. സങ്കടം വരുമ്പോൾ അത് മുഴുവൻ ദൈവത്തിന് വിട്ടുകൊടുക്കുക. പക്ഷെ ഗുരുവിന്റെ സെക്കുലറിസത്തിൽ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിഷമിക്കരുത് എന്ന് പറയുന്നത് ഓക്കെ, പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് വിഷമിച്ചിരിക്കണം. ഇല്ലേ പിന്നെ നിങ്ങൾ നിങ്ങളല്ല. 2, സർവ്വ സങ്കടം എടുത്തിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കരുത്. ദൈവത്തിന് വേറെ പണിയൊന്നുമില്ലേ? അങ്ങനല്ല, സങ്കടം നിവർത്തിക്കാനും കൂടെ ശ്രമിക്കണം. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വൈക്കം സത്യാഗ്രഹം നടക്കുന്നു. സ്വാമിയുടെ പക്ഷം എന്താ? വൈക്കം സത്യാഗ്രഹം വിജയിക്കും. എപ്പോ? സർവഭക്തരും വൈക്കം ക്ഷേത്രത്തിനുള്ളിൽ കയറി തൊഴുത് പുറത്തിറങ്ങുന്ന ദിനം വരുമ്പോ ആ സമരം വിജയിക്കും. അപ്പൊ ഈ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു കക്ഷി സ്വാമീനെ ഉപദേശിക്കാൻ വന്നു. എന്നിട്ട് സ്വാമീനോട് പറഞ്ഞല്ലോ, നമ്മുടെ ലക്ഷ്യം വൈക്കം ക്ഷേത്രത്തിന്റെ തൊട്ടു മുന്നിൽ കയറാനുള്ള അവകാശം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഗുരു പറഞ്ഞു, സാലോക്യമാണ് ലക്ഷ്യമല്ലേ? അതെ. സാലോക്യത്തോടുകൂടി സത്യാഗ്രഹം അവസാനിക്കുമെന്നാണോ? അതെ. ഗുരു പറഞ്ഞു, പോരാ. സാലോക്യമായാൽ പിന്നെ സായുജ്യത്തിന് എന്താ അമാന്ത്യം? അമാന്തം എന്തിനാ? വെറുതെ റോഡിലൂടെ നടക്കാൻ മാത്രമുള്ള അവകാശത്തിന് വേണ്ടി ആവരുത് സമരം. നടക്കുക, അകത്ത് കയറുക, ഭഗവാനെ കാണുക, തൊഴുതു പുറത്തിറങ്ങുക എന്ന പൂർണ്ണത വേണമെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ സങ്കടം മുഴുവൻ ദൈവത്തിലേക്ക് കൊണ്ടിട്ട് കൊടുത്തിട്ട് പണി മൊത്തം ദൈവത്തിന്, ഞാനിവിടെ വെറുതെ ഇരുന്നു കൊള്ളാമെന്ന് പറയുന്ന ആ കർമ്മശാസ്ത്രമുണ്ടല്ലോ, അത് ശരിയല്ല എന്ന് ശ്രീനാരായണ ഗുരു ഒരു സംശയത്തിനുമിടയില്ലാതെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഭക്തിയിലാകട്ടെ, മതബോധത്തിലാകട്ടെ, മതപഠനത്തിലാകട്ടെ, അറിവിലാകട്ടെ, സാമൂഹിക പ്രവർത്തനത്തിലാകട്ടെ, മനുഷ്യരുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്രക്രിയയിൽ നിർണായകമായ പങ്കുണ്ട്. പക്ഷെ ആ പങ്ക് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി നമ്മൾ സത്യസന്ധരായിരിക്കണം. എന്നാൽ മാത്രമേ മനമലർ കൊയ്ത് മഹേഷ പൂജ ചെയ്യാൻ നമുക്ക് പറ്റൂ. നമ്മൾ കള്ളനും ദുർമാർഗിയും വ്യഭിചാരിയും ദുഷ്ടനും കുബുദ്ധിയും മതവിദ്വേഷിയുമാണെങ്കിൽ ഭഗവാനെ നിനക്ക് സമർപ്പിക്കാൻ വേണ്ടി കുറച്ച് പൂക്കൾ നുള്ളട്ടെ എന്ന് ഞാൻ എൻ്റെ മനസ്സിന്റെ ചെടിയിലേക്ക് മലരിന് വേണ്ടി കൈനീട്ടുമ്പോഴേ അവിടെ നിന്ന് മലര് വരത്തില്ല. അവിടെ നിന്ന് മലര് കൊയ്ത് മഹേശന് പൂജ ചെയ്യാൻ കഴിയുന്ന പൂക്കൾ എൻ്റെ ഉള്ളിൽ വിരിയണമെങ്കിൽ ഞാൻ ഈ പറയുന്ന അന്യ സമബോധത്തെ അവസാനിപ്പിച്ച് സമബോധത്തിലേക്ക് എത്തിച്ചേരുന്ന, പൂർണ്ണതയിൽ എത്തിച്ചേർന്ന ഒരു മനുഷ്യനായി തീരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് ശ്രീനാരായണ ഗുരു നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആത്മോപദേശ ശതകത്തിലെ വിശ്രുതമായ മത ദർശനത്തിന്റെ വരികൾ നമുക്കറിയാം. പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലപത് കണ്ടലയാതമർന്നിടേണം. ഇതര മത വിദ്വേഷം പ്രകടിപ്പിച്ച് എന്റെ മതം മാത്രമാണ് വിശ്രുതമെന്നും എന്റെ മതം മാത്രമാണ് ശരിയെന്നും എന്റെ മതം മാത്രമാണ് വിശുദ്ധമെന്നും പറഞ്ഞു നടക്കുന്നവർ ആ മതത്തിനു തന്നെ അപമാനമാണ് എന്നൊരു സൂചന ഈ 4 വരികളിലുണ്ട്.
മതത്തെ അവർ മനസ്സിലാക്കുന്നില്ല, അവർ ഈശ്വരനെ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മനസ്സിലാക്കുന്നവർ പല മതസാരവും ഏകം എന്ന തിരിച്ചറിവിലേക്കെത്തും. അപ്യേകദത്യ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അത് ദൈവം ഏകമാണ്. ദേവീഗീതയിൽ പറയുന്ന അത് ഉപമകൾക്ക് അതീതമാണ് എന്ന് പറയുന്ന ഈ ബോധ്യം സർവമതങ്ങളിലും ഏകം സദ് വിപ്രാ ബഹുധാ വദന്തി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ബോധ്യത്തെ ഗുരു 44-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കും. ഒരു മതമന്യന്നു നിന്ദ്യം ഒന്നിലോതും കരുവപരന്റെ കണക്കിനൂനമാകും. ഒരാൾക്ക് സ്വീകാര്യമായത് മറ്റൊരാൾക്ക് കുറവുള്ളതായിത്തീരും. ധരയിൽ ഇതിന്റെ രഹസ്യമൊന്നു താനെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. മതഭ്രാന്ത്, മതങ്ങൾ തമ്മിലുള്ള കലഹം മതത്തെ പഠിക്കാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ അറിയണം എന്നതിൻ്റെ പ്രക്രിയാപരമായിട്ടുള്ള വരികളാണ് അടുത്ത് പറയുന്നത്. പൊരുതു ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുവീല. അത് വാസ്തവമാണ്. ആളെണ്ണത്തിലല്ല കാര്യം. മതങ്ങൾ തമ്മിൽ ഇങ്ങനെ കലഹിച്ചു കൊണ്ടിരുന്നാൽ മതങ്ങൾ തമ്മിലുള്ള പോര് ഒരു കാലത്തും അവസാനിക്കുകയില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ മതവിശ്വാസത്തെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തുകൊണ്ട് ഒരു മതത്തിൽ വിശ്വസിക്കുന്നു? അത് വ്യവസ്ഥാപിതം ആയതുകൊണ്ടാണോ? എൻ്റെ അപ്പനും അമ്മയും ഇന്ന മതത്തിൽ ജനിച്ചു, ഞാൻ അതിൽ ജനിച്ചത് കൊണ്ട് ഞാൻ ഈ മതത്തെ വിശ്വസിക്കുന്നു, അതാണോ നിങ്ങളുടെ കാര്യം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ മതത്തെ പഠിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ഈ മതം നിലനിൽക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ടോ? എന്താണ് ഈ മതത്തിനുള്ളിലെ വ്യവസ്ഥകൾ എന്ന് പഠിച്ചിട്ടുണ്ടോ? ഈ മതം നിലനിൽക്കുന്നതിന്റെ സാമൂഹിക ശാസ്ത്രം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ മതത്തിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? ഈ മതത്തിനെ നിലനിർത്തുന്ന, ചർച്ച ചെയ്യുന്നതിന് ആസ്പദമായ കൃതികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വെറും പാഴാണ് എന്നാണ് വ്യവസ്ഥാപിത മതബോധത്തിന്റെ അർത്ഥം. രണ്ടാമത്തേത് വൈയക്തിക മതമാണ്. ഞാൻ എൻ്റെ മതത്തെ വിശ്വസിക്കുന്നു, ഞാൻ ആ മതത്തിൽ സംതൃപ്തനാണ്, ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്നു, ഞാൻ മറ്റുള്ളവരെ ആക്രമിക്കുകയോ അവരുടെ മതവിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. മൂന്നാമത്തേതൊരു വികാരം സ്വാർത്ഥ മതമാണ്. അതിരുകടന്ന ഭയമാണ് സ്വാർത്ഥ മതത്തിന്റെ ലക്ഷണശാസ്ത്രം. മതത്തെക്കുറിച്ചിട്ടുള്ള ഒരു പ്രാമാണികമായിട്ടുള്ള കൃതിയിൽ ഇതിനെ പല രൂപത്തിൽ വ്യവച്ഛേദിക്കും. മതം എങ്ങനെയാണ് മതഭ്രാന്തിലേക്ക് വഴിതെളിക്കുന്നത്? എറിക് ഫ്രോം പറയുന്നത് മതഭ്രാന്തുള്ള വ്യക്തിയുടെ പ്രതീകമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ജ്വലിക്കുന്ന മഞ്ഞുകട്ടയെ ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സ് തണുത്തിരിക്കുന്നു, പക്ഷേ അയാളുടെ ബോധം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് മതഭ്രാന്ത്. ഉള്ളിലിരിക്കുന്ന മതബോധം പുറത്ത് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ ജ്വലിപ്പിക്കുന്ന ഇന്ധനമേത് എന്ന ചോദ്യത്തിന് ഫ്രോം പറയുന്നത് മറ്റൊരു മതത്തോടുള്ള വിദ്വേഷമാണ് മതഭ്രാന്തിന്റെ അടിസ്ഥാനം. ഇത് വളർന്നാണ് മതമൗലിക വാദത്തിലേക്ക് എത്തുന്നത്. ആകയാൽ ശ്രീനാരായണൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആ ദർശനമുണ്ടല്ലോ, മതമേകം അനിന്ദിതം, പൊരുതു ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുവീല. പരമതവാദി ഇതോർത്തിടാതെ പാഴേ പൊരുത് പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. പറഞ്ഞു മതവിദ്വേഷം പരത്തി സകല മനുഷ്യരെയും വെറുപ്പിച്ച് സ്വയം വെറുത്ത് മതഭ്രാന്തനായി ഉന്മാദിയായി ദൈവത്തിൽ നിന്നുള്ള അകലത്തെ വർദ്ധിപ്പിച്ച് സ്വയം കെട്ടുപോകുന്നയാളായി നിങ്ങൾ ആരും മാറാതിരിക്കണേ എന്നതാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രായോഗികമായ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തെ പറഞ്ഞുകൊണ്ടാണ് 1927 ആലുവ അദ്വൈതാശ്രമത്തിന്റെ മുറ്റത്ത് ഒരു പന്തലിട്ട് സ്വാമി സർവമത സമ്മേളനം എന്ന ആ വലിയ സമ്മേളനത്തിന് സാക്ഷ്യം കൊടുത്തത്. ആ സമ്മേളനം ഷിക്കാഗോ സർവമത സമ്മേളനത്തിന്റെ മാതൃകയിലുള്ളതായിരുന്നെങ്കിലും ഷിക്കാഗോ സമ്മേളനത്തെക്കാൾ പ്രാധാന്യം സർവമത സമ്മേളനത്തിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഷിക്കാഗോ സമ്മേളനത്തിൽ
ഗുരുവിന്റെ ദർശനം പോലെ ഒരു ദർശനം അതിന് അടിസ്ഥാനമുണ്ടായിരുന്നില്ല. ലോകത്തിലെ പല മതത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ട് അവരവരുടെ മതത്തെപ്പറ്റി സംസാരിച്ചു പോകുന്ന ഒരു ലക്ഷ്യത്തിനപ്പുറം ഷിക്കാഗോ സമ്മേളനത്തിന് ഒരു ഭാവി വീക്ഷണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആലുവ അദ്വൈതാശ്രമത്തിന് മുന്നിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്ത് എന്നത് മതപരിവർത്തന രസവാദത്തിൽ ശ്രീനാരായണ ഗുരുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സാക്ഷാൽ കുമാരനാശാൻ പറയും. കുമാരനാശാനോട് മിതവാദി കൃഷ്ണനും കൂട്ടരും പറഞ്ഞു, ഈഴവ സമൂഹം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ നേടാൻ നമുക്കെന്തുകൊണ്ട് ബുദ്ധമതത്തെ സ്വീകരിച്ചുകൂടാ? മിസ്റ്റർ കുമാരനാശാനും ഞാൻ ഈ പറയുന്ന വാദത്തിനെ സാധൂകരിക്കുന്നു എന്നെനിക്കുറപ്പാണ്. കാരണം കുമാരനാശാന്റെ പല കൃതികളിലെയും അന്തസത്ത ബുദ്ധ ഭഗവാനുമായി ബന്ധപ്പെട്ടതാണ്. അതിന് കുമാരനാശാൻ മറുപടി പറഞ്ഞത്, മിസ്റ്റർ കൃഷ്ണനും കൂട്ടുകാരും പറയുന്നത് പോലെ ബുദ്ധനെ കേന്ദ്രീകരിച്ച് ഞാൻ ചണ്ടാല ഭിക്ഷുകി പോലെയുള്ള കൃതികൾ എഴുതി ബുദ്ധചരിതം എഴുതി എന്നതിനർത്ഥം നാം ബുദ്ധമതത്തിലേക്ക് പോകണമെന്നല്ല. മറിച്ചോ ബുദ്ധ ഭഗവാനും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സാമ്യത്തെ കണ്ടിട്ട് തന്നെയാണ്. അപ്പൊ ശ്രീനാരായണ ഗുരു ബുദ്ധധർമ്മത്തിലേക്ക് പോകുന്നതല്ലേ നല്ലത് എന്ന് നിങ്ങൾ എന്നോട് പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നു, ബുദ്ധ ഭഗവാനേക്കാൾ മുന്നിലേക്ക് പോയ ആളാണ് ശ്രീനാരായണ ഗുരു. അതിനൊരു വാക്യം കുമാരനാശാൻ പറയും, ബുദ്ധൻ പറയാത്ത ഒരു കാര്യം ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. ആ വാക്യമാണ് പല മതസാരവും ഏകം. ഇത് ബുദ്ധൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ഗുരു പല മതസാരവും ഏകമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞ ഗുരുവിന്റെ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഞാൻ എല്ലാ മതങ്ങളുടെയും ദർശനത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ മതങ്ങളുടെ എല്ലാം ദർശനസാരം ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് എന്റെ മതവിശ്വാസത്തിലാണ് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതിൽ നിൽക്കുന്നതാണ് ഉചിതം. ഞാൻ എന്തിന് മതപരിവർത്തനം ചെയ്ത് വേറൊരു മതത്തിലേക്ക് പോകണം രക്ഷപ്പെടാൻ? അതിന്റെ ആവശ്യമില്ല. ഞാൻ നിൽക്കുന്നിടത്ത് നിന്നിട്ട് ഞാൻ എന്നെ തിരുത്തിക്കൊണ്ടിരിക്കുക എന്നതാണ് പ്രായോഗികമായ മാർഗം എന്ന് കുമാരനാശാൻ മതപരിവർത്തന രസവാദത്തിൽ പറഞ്ഞു. പക്ഷേ അത് അച്ചടിച്ച് പുറത്തു വന്ന് കാണാനുള്ള ഭാഗ്യം കുമാരനാശാൻ ഉണ്ടായില്ല. അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞിട്ടാണ് മിതവാദിയിൽ മതപരിവർത്തന രസവാദം എന്ന പേരിൽ ഇത് മുന്നിലേക്ക് വരുന്നത്. ഇത് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, നാം ജീവിക്കുന്ന കാലത്തെ മതകലഹങ്ങൾക്ക് ഒരു പരിഹാരം പ്രായോഗികമായി മുന്നിൽ വയ്ക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയുന്ന മാർഗം അത് ശ്രീനാരായണ മാർഗം മാത്രം, മറ്റൊരു മാർഗമില്ല. ശ്രീനാരായണന്റെ മുന്നിൽ ഒരു മതവും വിദ്വേഷത്തോടു കൂടി അകറ്റി നിർത്തപ്പെടുന്നില്ല. ഗുരു ഒരു മതത്തെയും പഠിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു മതത്തെയും ഗുരു നിന്ദിച്ചില്ല എന്ന് മാത്രമല്ല, മതം കൊണ്ട് മാത്രമേ മനുഷ്യർ രക്ഷപ്പെടൂ എന്ന് പറയാൻ ശ്രമിച്ച ഗുരു അല്ല ശ്രീനാരായണ ഗുരു. മതമില്ലെങ്കിലും മനുഷ്യർക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പ്രായോഗികമായി പറഞ്ഞയാളാണ് ശ്രീനാരായണ ഗുരു. ആ ജനാധിപത്യ ബോധത്തെ, ആ സോവേണിറ്റിയെ, ആ അറിവിനെ അന്യയും സമയും തമ്മിലുള്ള ഭേദത്തെ ഇല്ലാതാക്കി സമബുദ്ധിയിലേക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള ആ പ്രത്യയശാസ്ത്ര തികവിനെ നമുക്ക് പറഞ്ഞു തരുന്ന കൃതിയാണ് ആത്മോപദേശ ശതകം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനത്തെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.